Hello and welcome to Mondays Academy. Welcome to another session of Daily News Analysis. 12th June 2024 വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇൻ മെയിൻസ് പെർസ്പെക്റ്റീവ്. സുപ്രീം കോർട്ട് റൂളിംഗ് ദാറ്റ് എഫക്ട് ദ റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് അക്യൂസ്ഡ് ഓഫ് ക്രൈംസ്, ഇഷ്യൂസ് ആൻഡ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യസ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, significance of upcoming G7 summit, implication of terror attack in Raisi. Okay, then in prelims perspective, portable optical atomic clock, dynamic antibody to fight Alzheimer's. So without any ado, നമുക്ക് first article the first article taken from the Hindu. So Supreme Court ruling that affect the rights of individuals accused of crimes. അവിടെ സുപ്രീം കോടതിയുടെ റീസൺ ആയിട്ട് റൂളിംഗ്സ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ റീസൺ ആയിട്ട് റൂളിംഗ്സിനേക്കാൾ കൂടുതൽ മുന്നേയുള്ള റൂളിംഗ്സ് രണ്ട് രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ആരെ പറ്റി പറയുന്നത്? അക്യൂസ്ഡ് ഓഫ് ക്രൈംസ്, അതായത് ക്രിമിനൽസ് എന്ന് ബേസിക്കലി വേണമെങ്കിൽ പറയാം. അപ്പം ക്രൈംസിൽ അകപ്പെട്ട ആളുകൾക്കുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ് നമുക്കറിയാം. ആർട്ടിക്കിൾ 22 റൈറ്റ് അഗെയിൻസ്റ്റ് ഡിറ്റൻഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. സുപ്രീം കോർട്ടിന്റെ റീസെന്റ് ആയിട്ട് റൂളിംഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു വ്യക്തി നമുക്ക് ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, അതായത് അദ്ദേഹം അബ്ഡക്ട് ചെയ്ത് പോവില്ല, അദ്ദേഹം കോപ്പറേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിനെതിരെ ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ബാർസിന്റെ ഉള്ളിലേക്ക് ആക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ആക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കോർട്ടിനും അതേപോലെ തന്നെ എൻഫോഴ്സിംഗ് ഏജൻസീസ് ആയ പോലീസിനും ഒരു ഓവർ ബേർഡൻ ആണ്, അല്ലെങ്കിൽ എക്സ്ട്രാ ബേർഡൻ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. സോ സെക്കൻഡ് തിങ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവൻതോ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും വ്യക്തമായിട്ടുള്ള ഗ്രൗണ്ട്സുകൾ എന്താണെന്ന് റിട്ടേൺ ഡോക്യുമെന്റ് ആയിട്ട് അവർക്ക് കൊടുക്കണം. എന്തിനാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തെന്നുള്ള കാര്യങ്ങൾ. അത് ഇവൻതോ UAP ആണെങ്കിലും PMA പോലെയുള്ള പ്രിവന്റീവ് ഡിറ്റൻഷൻ ആണെന്നുണ്ടെങ്കിലും അത് നൽകണം. സോ അതാണ് ഈ ആർട്ടിക്കിളിൽ നോക്കുന്നത്. സോ വാട്ട് ആർ ദ സുപ്രീം കോർട്ട്സ് റൂളിംഗ് ദാറ്റ് എഫക്ട് ദ റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് അക്യൂസ്ഡ് ഓഫ് ക്രൈംസ്? ഓക്കെ, സോ അതാണ് പറയുന്നത്. കോർട്ട് ഈസ് നോട്ട് റിക്വയർഡ് ബിഫോർ കസ്റ്റഡി നോട്ട് റിക്വയർഡ് ബിഫോർ ഫയലിംഗ് എ ചാർജ് ഷീറ്റ്. ഇത് കസ്റ്റഡി ആവശ്യമായിട്ടില്ല. അദ്ദേഹം കോപ്പറേറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അൺനെസസറി ഡിറ്റൻഷൻസ് വേണ്ട. അദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. വിളിക്കുന്ന സമയത്തൊക്കെ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്, അബ്സ്കോണ്ട് ചെയ്യുന്നില്ല, ഒരു കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ എടുത്ത് ജയിലിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. മാൻഡേറ്ററി റിട്ടേൺ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ്, അതായത് വ്യക്തമായിട്ട് റിട്ടേൺ ഗ്രൗണ്ട് കൊടുക്കണം. അതിന് ഇൻ പങ്കജ് ബൻസാൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2023 കേസിൽ കോർട്ട് പറഞ്ഞ കാര്യം, കോർട്ട് reiterated that the reason to arrest must be documented in writing to uphold due process and transparency. അതായത് ആ അറസ്റ്റ് ചെയ്യുന്ന ആൾക്ക് എന്താണ്, എന്തിന്റെ ഗ്രൗണ്ട്സിന്റെ പേരിലാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയിച്ചു കൊടുക്കണം. ഫർദർ അലൈനിങ് വിത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ മാനേജ്. എന്തിനാണ് ഇത് പറയുന്നത്? വ്യക്തമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവണം എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തത്, അദ്ദേഹത്തിന് മനസ്സിലാവാൻ വേണം. അതുകൊണ്ടാണ് റിട്ടേൺ ഡോക്യുമെന്റ്സ് കൊടുക്കണം എന്നുള്ളത്. അതേപോലെ തന്നെ പ്രബീർ കൂർക്കായസ്ത വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഡൽഹി, നാഷണൽ ക്യാപിറ്റൽ ഓഫ് ഡൽഹിയിൽ പറഞ്ഞിരിക്കുന്ന കോർട്ട് വീണ്ടും സെയിം കാര്യങ്ങൾ റീഅഫേം ചെയ്തു. ദാറ്റ് മീൻസ് ആ റിട്ടേൺ ഡോക്യുമെന്റ് കൊടുക്കണം. ഒരാൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തിന്റെ ബേസിലാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ റിട്ടേൺ ഡോക്യുമെന്റ് ഇൻ കേസ് ഓഫ് UAP പോലുള്ള പ്രിവന്റീവ് ഡിറ്റൻഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും, അതായത് ഇൻ കേസ് ഓഫ് പ്രിവന്റീവ് ഡിറ്റൻഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും അവിടെയും നിങ്ങൾ ഈ റിട്ടേൺ ഡോക്യുമെന്റ് നൽകണം. എന്തിന്റെ ഗ്രൗണ്ടിന്റെ പേരിലാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത്, എംഫസൈസിങ് ദ നെസസിറ്റി ഫോർ ഡീറ്റെയിൽഡ് പേഴ്സണലൈസ്ഡ് ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ്. ഡീറ്റെയിൽഡ് ആയിട്ടും അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട്സ് എന്ന് വ്യക്തമായിട്ട് പറയാൻ സാധിക്കണം. ഓക്കെ, സോ വാട്ട് ആർ ദ ഇംപ്ലിക്കേഷൻ ഓഫ് ദിസ് ജഡ്ജ്മെന്റ്? ഈ ജഡ്ജ്മെന്റിന്റെ ഇംപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ, റെഡ്യൂസ്ഡ് നീഡ് ഫോർ കസ്റ്റഡി. അപ്പം സുപ്രീം കോടതിയുടെ ഒരു കേസ്, ദാറ്റ് മീൻസ് സിദ്ധാർത്ഥ് വേഴ്സസ് ഉത്തർപ്രദേശ് കേസ് 2021 കേസിൽ പറഞ്ഞിട്ടുള്ളത് അൺനെസസറി ഡിറ്റൻഷൻ ആവശ്യമായിട്ടില്ല എന്നാണ്. ഇൻവെസ്റ്റിംഗ് ഓഫീസേഴ്സിനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കോർട്ടിനാണെന്നുണ്ടെങ്കിലും അത് അൺനെസസറി ഡിറ്റൻഷൻസ് കുറച്ചുകൂടി ഓവർ ബർഡൻ ഉണ്ടാക്കും അവരുടെ ജോലി. ദെൻ ട്രാൻസ്പെറൻസി ആവശ്യമായിട്ടുണ്ട്. ദാറ്റ് മീൻസ് റിട്ടേൺ ഡോക്യുമെന്റ്സ്, അതായത് നിങ്ങൾ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ആസ് പെർ ആർട്ടിക്കിൾ 22 പ്രിവെന്റീവ് ഡിറ്റൻഷനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്ലോസ്, ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് അറസ്റ്റ് ചെയ്യുന്നത് എന്തിന്റെ ഗ്രൗണ്ട്സിലാണെന്ന് അറിയുക എന്നുള്ളത്. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ആർട്ടിക്കിൾ 22 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എൻഷുർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് നൽകണം? റിട്ടേൺ ഡോക്യുമെന്റ് നൽകണം എന്നാണ് പറയുന്നത്, നിങ്ങൾ എന്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മുടെ CRPC സെക്ഷൻ ഓഫ് 15 clause 1 വ്യക്തമായിട്ട് പറയുന്നുണ്ട്,
അവർക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫെയർ ആയിട്ടുള്ള ലീഗൽ പ്രൊസീഡിങ്സ്, എത്ര വലിയ ക്രിമിനൽസോ ആയിക്കോട്ടെ, അവർക്ക് ഫെയർ ആയിട്ടുള്ള ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സ് ആ ഒരു വ്യക്തിക്ക് ലഭിക്കണം. ഓക്കെ, അവൻ എത്ര വലിയ ക്രിമിനൽസ് ആണെങ്കിലും ഫെയർ ആയിട്ടുള്ള ക്രിമിനൽ പ്രൊസീഡിംഗ് ലഭിക്കണം എന്ന് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. CRPC ക്ലോസ് സെക്ഷൻ 15 ക്ലോസ് 1 ആ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫെയർ ആയിട്ടുള്ള ലീഗൽ പ്രൊസീഡിങ്സ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്തിന്റെ പേരിലാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ റിട്ടൺ ഡോക്യുമെന്റ്, ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റിന്റെ റിട്ടൺ ഡോക്യുമെന്റ് അദ്ദേഹത്തിന് പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി എക്സ്റ്റൻഷൻ ടു സ്പെഷ്യൽ സ്റ്റാറ്റസ്. നമ്മൾ സ്പെഷ്യൽ സ്റ്റാറ്റസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡയറക്റ്റീവ്സ്, അതായത് റിട്ടൺ ഡോക്യുമെന്റ് നൽകണം എന്നുള്ള ഡയറക്റ്റീവ്സ് സ്പെഷ്യൽ പർപ്പസിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന UAP ആയിക്കോട്ടെ, PML പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ആയിക്കോട്ടെ, അതുപോലെ തന്നെ അൺലോഫുൾ ആക്ടിവിറ്റി പ്രിവെൻഷൻ ആക്ട് UAP ആയിക്കോട്ടെ, അതിലൊക്കെ ഈ ഒരു കാര്യം ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഡിറ്റൻഷൻ ഏതോ ടൈപ്പ് ആയിക്കോട്ടെ, ആ റിട്ടൺ ഡോക്യുമെന്റ്, അതായത് എന്തിന്റെ ഗ്രൗണ്ടിന്റെ പേരിലാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങള് ആസ് പെർ CRPC സെക്ഷൻ 15 ക്ലോസ് 1 പ്രകാരം നിങ്ങൾക്ക് നൽകിയിരിക്കണം. CRPC പറഞ്ഞിട്ടുണ്ട് അവർക്ക് റിട്ടൺ ഡോക്യുമെന്റ് നൽകണം എന്നുള്ളത്. 15 ക്ലോസ് 1 പറഞ്ഞാൽ അത് അവർക്ക് ഫ്രീ ആൻഡ് ഫെയർ ട്രയൽ ലഭിക്കണം എന്നാണ്. ഓക്കെ, അതുകൊണ്ട് റിട്ടൺ ഡോക്യുമെന്റ് നൽകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഇഷ്യൂസ് ആൻഡ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ എഡ്യൂക്കേഷൻ, എസ്പെഷ്യലി ഇൻ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഓക്കെ, KC syllabus GS paper 2, governance, issue relating to development and management of social sector services relating to education and human resources. അപ്പം ഈ ഒരു ആർട്ടിക്കിൾസിൽ പറയുന്ന കാര്യം നിലവിലുള്ള നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്തുള്ള ട്രെൻഡാണ്. ദാറ്റ് മീൻസ് എസ്പെഷ്യലി UG ആൻഡ് PGയിലുള്ള ട്രെൻഡിനെ പറ്റിയാണ് പറയുന്നത്. കാരണം പലപ്പോഴും സ്റ്റുഡൻസിന്റെ ആസ്പിറേഷന് എതിരായിട്ടുള്ള റിസോഴ്സസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടി ബേസിക്കലി എന്തിനു പോകേണ്ടി വരും? നോർമൽ ഡിഗ്രിക്ക് പോകേണ്ടി വരും. MBBS ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടി ബേസിക്കലി എഞ്ചിനീയറിംഗിന് പോകേണ്ട അവസ്ഥ വരുന്നു. അതായത് കുട്ടികളുടെ ആസ്പിറേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു കോഴ്സുകൾ അവൈലബിൾ ആയില്ല. സോ അതുകൊണ്ട് എന്താ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇവിടെ ഇമ്പാർട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അവർ കുറച്ചുകൂടി എംപിരിക്കലി ഓറിയന്റഡ് ആയിട്ടുള്ള സോഷ്യൽ സയൻസ് കോഴ്സസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി എക്കണോമി പോലത്തെ ഏരിയസിലേക്ക് പോകും. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ആസ്പിറേഷൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ജോബാണ് അവർ നോക്കുന്നത്. സോ നമ്മുടെ ടീച്ചിങ് ക്വാളിറ്റീസ് ഇംപ്രൂവ് ചെയ്യാം, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സോഴ്സസ് അവൈലബിൾ ആക്കുക, കണ്ടന്റ് ഡെലിവറി എൻഹാൻസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിലൂടെ നമുക്ക് ഈ ഇഷ്യൂസ് ഇല്ലാതാക്കുക എന്ന് പറയുന്നത്. അപ്പം എന്താണ് നിലവിലുള്ള കറന്റ് സ്റ്റാറ്റസ്? മിസ്മാച്ച് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നേരത്തെ പോലെ തന്നെ സ്റ്റുഡൻസിന്റെ ആസ്പിറേഷൻ അനുസരിച്ചിട്ടുള്ള കോഴ്സുകളല്ല ഇവിടെ സപ്ലൈ ആയിട്ടുള്ളത്. എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് കോഴ്സുകളാണ് ലഭിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ പലപ്പോഴും എന്തുകൊണ്ടാണ് ഇവർക്ക്, അപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം എഞ്ചിനീയർ ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ ടൗൺ ഏരിയയിലേക്ക് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായിരിക്കും. റീജിയണൽ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ എത്തുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് കോളേജസ് അവിടെ ഉണ്ടാവില്ല. ഇനി ഈ ഒരു ആസ്പിറേഷൻ അനുസരിച്ചിട്ട് സപ്ലൈ ഉണ്ടെങ്കിൽ പോലും കുട്ടികൾക്ക് എത്താൻ പറ്റാത്തതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസീവ് കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, അല്ലെങ്കിൽ ലിമിറ്റഡ് റീജിയണൽ ഓഫറിങ്സ് ആണ്. അപ്പം എക്സസീവ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക്, ഇപ്പൊ എനിക്ക് എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള സെലക്ഷൻ, അതാണ് എഞ്ചിനീയർ ആവണമെന്ന് എന്റെ ആഗ്രഹം. പക്ഷെ ഞാനൊരു ഗ്രാമപ്രദേശത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എക്സസീവ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ, പലതരത്തിലുള്ള റിട്ടൺ എക്സാമിനേഷൻസ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടാണ് ഞാൻ പോകേണ്ടത്. അതുപോലെ തന്നെ എന്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ, അത്രയും വലിയ ടൗണിൽ പഠിക്കാൻ എന്റെ വീട്ടിൽ അത്ര ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഇല്ല, ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. അതുപോലെ തന്നെ റീജിയണൽ ഓഫറിങ്സ് കുറവാണ്. ഓക്കെ, ഇപ്പൊ ലിമിറ്റഡ് ആയിട്ട്, അതായത് എന്റെ നാട്ടില് ഈ ഒരു സാധാ കോഴ്സ് ഇല്ല, അതായത് എഞ്ചിനീയറിംഗ് കോഴ്സ് ഇല്ല, നോർമൽ കോഴ്സ് മാത്രമേ ഉള്ളൂ. നോർമൽ ആയിട്ടുള്ള എന്താണ് സോഷ്യൽ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ മാത്രമേ ഇവിടെ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ ഞാനത് സെലക്ട് ചെയ്തേ പറ്റും. ഓക്കെ, എൻറോൾമെന്റ് ഗ്രോത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് പെർ AISHE റിപ്പോർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2017-18 ടു 2021-22 കാലഘട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UG ലെവലിലുള്ള അണ്ടർ ഗ്രാജുവേഷൻസിന് ഏകദേശം 4.1% എൻറോൾമെന്റ് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന്. PGയിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം 5.9% എൻറോൾമെന്റ് ഗ്രോത്ത്, അതായത് കുട്ടികൾ ഇതിനകത്തേക്ക് എൻറോൾമെന്റ് ഗ്രോത്ത് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ എസ്പെഷ്യലി സ്പെസിഫിക് ആയിട്ട് പറയേണ്ടത് ബാച്ചിലർ ഓഫ് ആർട്സ് BA പ്രോഗ്രാംസിന് മാത്രം ഏകദേശം 15% ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. UGനകത്ത് തന്നെ 15% വരുന്ന എൻറോൾമെന്റ് ഗ്രോത്ത് ബാച്ചിലർ ഓഫ് ആർട്സ് പ്രോഗ്രാംസിലാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഇതെന്താണ് നമ്മൾ കാണിക്കുന്നത്? ഇതൊരു ഡീഫോൾട്ട് ഓപ്ഷൻ ആയിട്ട് കണ്ടെത്തണം. അതായത് A or B, രണ്ട് സ്റ്റുഡൻസ്, ഏതൊരു സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അവർക്ക് എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ MBBS ആണ് സെലക്ട് ചെയ്യാൻ താല്പര്യം. ഇവര് ഇതിനാവശ്യമായിട്ടുള്ള എക്സാമിനേഷൻ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കൺസേൺ, അല്ലെങ്കിൽ ലോക്കൽ റീജിയൻ ഓഫറിംഗ്, എന്തൊക്കെയോ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് അവർക്കത് പോകാൻ പറ്റില്ല. അവർ ഡീഫോൾട്ട് ആയിട്ട് എങ്ങോട്ടേക്ക് എത്തും? ലാസ്റ്റ് നോർമൽ ഡിഗ്രിയിലേക്ക് എത്തിപ്പോകും.
ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് വന്നിരിക്കാം, ഓട്ടോമാറ്റിക്കലി അവർ നോർമൽ ഡിഗ്രി എന്തെങ്കിലും ഒരു ഡിഗ്രി കയ്യിൽ ഉണ്ടായിരിക്കട്ടെ നോർമൽ ഡിഗ്രിയിലേക്ക് പോകും. വൈ ആർ സ്റ്റുഡൻസ് എക്സ്ക്ലൂഡ് ഫ്രം ദ ഹയർ എഡ്യൂക്കേഷൻ? എന്തുകൊണ്ടാണ് സ്റ്റുഡൻസ് എക്സ്ക്ലൂഡ് ചെയ്ത് പോകുന്നത്? ഏതാണ്? എക്സസീവ് കോമ്പറ്റീഷൻ. ഓ, എക്സസീവ് കോമ്പറ്റീഷൻ. ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ IIM, അതുപോലെ തന്നെ IIT, അതുപോലെ തന്നെ മറ്റ് നമ്മുടെ കേരളത്തിലേക്ക് ആണെങ്കിലും മെഡിക്കൽ കോളേജിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സാണ്. അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫിൽറ്ററിംഗ് ഗ്രൗണ്ട്സുകൾ ഉണ്ട്. പ്രീമിയർ കോളേജിലും അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റ് ചെയ്യും. JEE എക്സാമിനേഷൻ, നീറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്ന വലിയ വലിയ എക്സാമിനേഷനൊക്കെ എഴുതി അത് പഠിക്കാനുള്ള ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്തരം വലിയ വലിയ കോളേജിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നുള്ളൂ. സോ മൾട്ടിപ്പിൾ ഫിൽറ്ററിംഗ് മെത്തേഡ്സ്, അതായത് ഹയർ ആയിട്ടുള്ള കോമ്പറ്റീഷൻ, സ്റ്റുഡൻസിന്റെ ഇടയിൽ തന്നെ ഹയർ ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. ഇപ്പൊ പ്രൈവറ്റ് പ്ലേസ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഒരു ഓവർ റെഗുലേഷൻ ഇവിടെ ഇല്ല. അപ്പൊ അവർ ഹൈ ഫീസ് ആണ് ഈടാക്കുന്നത്. ഈ ഹൈ ഫീസ് ഒരിക്കലും നമുക്ക് നോർമൽ സ്റ്റുഡൻസിന് താങ്ങാൻ പറ്റില്ല. അതുപോലെ തന്നെ അൺറെഗുലേറ്റ് ആണ് പോയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇൻആക്സസിബിൾ ആണ്. ഓക്കെ, ഒരു കോഴ്സിന് 1,00,000 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻആക്സസിബിൾ ആണ്. കാരണം അത്രത്തോളം പൈസ കൊടുക്കാനുള്ള ഫാമിലി ഒന്നും ആയിരിക്കില്ല. അതുപോലെ തന്നെ ഇവൻ പബ്ലിക് കോളേജ്, ഗവൺമെന്റ് കോളേജ് ആണെന്നുണ്ടെങ്കിൽ പോലും അവിടെ ചെറിയൊരു ഫീസ് ഈടാക്കാറുണ്ട്. സോ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് കോളേജ് ഫീസ് ഈടാക്കുക വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഈ കോളേജ് നൽകുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഗവൺമെന്റ് കോളേജസ് ആണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഫണ്ടിങ് അല്ലെങ്കിൽ ഫീസ് സ്ട്രക്ചർ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. റീജിയണൽ ഡിസ്പാരിറ്റീസ്. പല പല നോർമൽ റീജിയൻസിലാണെങ്കിലും ഡൈവേഴ്സിഫൈ ചെയ്തിരിക്കുന്ന കോഴ്സ് ഇല്ല. ഗ്രാമങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡിഗ്രി കോളേജിൽ മാത്രമേ കാണാൻ പറ്റും. അവിടെ ഒരു മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി എഞ്ചിനീയറിംഗ് കോളേജോ നിങ്ങൾക്ക് ഗ്രാമങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് റൂറൽ ഏരിയയിൽ കുറവ്? അതാണ് റീജിയണൽ ഡിസ്പാരിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ BA പോലുള്ള പ്രോഗ്രാംസിന് അധികം എന്താണ് റിസോഴ്സ് ആവശ്യമായിട്ടില്ല. എഞ്ചിനീയറിംഗോ മെഡിക്കൽ കോളേജോ തുടങ്ങുന്ന പോലെ റിസോഴ്സ് ആവശ്യമായിട്ടില്ലാത്തതുകൊണ്ട് ഇതെല്ലാ റൂറൽ ഏരിയസിനകത്തേക്കും ചിലപ്പം ഒരു BA പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പം റൂറൽ ഏരിയയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ താല്പര്യമില്ലാത്ത സ്റ്റുഡൻസോ അവരുടെ പാരന്റ്സോ ആണെന്നുണ്ടെങ്കിൽ നോർമലി അവരെ ബാച്ചിലർ പ്രോഗ്രാംസിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കും. അവർക്ക് ആസ്പിറേഷൻ എന്തായിരുന്നു? അവർക്ക് എയിംസിലോ അല്ലെങ്കിൽ IIT-ലോ ജോയിൻ ചെയ്യാനായിരുന്നു. പക്ഷേ അത് റീജിയണൽ ഡിസ്പാരിറ്റീസ് അവിടെ ഒന്നും അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ സ്റ്റുഡൻസിന് എന്താണ് സംഭവിക്കുന്നത്? ആ റീജിയണൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ള അതിന്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് മിസ്മാച്ച് വന്നിട്ടുള്ളത്. സ്റ്റുഡൻസിന്റെ ആസ്പിറേഷൻസിനും അവൈലബിൾ ഉള്ള കോഴ്സും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ കിട്ടിയ കോഴ്സിന് മുന്നോട്ടേക്കും അത് ആ കുട്ടിയുടെ ഓവറോൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റിനെ തന്നെ കുറക്കാൻ സാധിക്കും. അതായത് വലിയ ഒരാളാവണമെന്ന് ആഗ്രഹിച്ച് വരുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നില്ല. ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ച ഓപ്പർച്യൂണിറ്റി ലഭിക്കാത്ത അവസരത്തിൽ നോർമൽ ഡിഗ്രി പഠിക്കേണ്ട അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ വാട്ട് ട്രെൻഡ്സ് ആർ എമർജിംഗ് ഇൻ സോഷ്യൽ സയൻസ്? സോഷ്യൽ സയൻസിലുള്ള ട്രെൻഡ് എന്താണ്? ഇൻക്രീസ് ഡിമാൻഡ് ഓഫ് എംപിരിക്കൽ കോഴ്സസ്. അപ്പം നമ്മുടെ ഈ ഒരു സോഷ്യൽ സയൻസ് സബ്ജക്ട് നോക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇവന്റെ സോഷ്യൽ സയൻസിലാണെന്നുണ്ടെങ്കിലും എംപിരിക്കൽ കോഴ്സ് പോലെയായിട്ടുള്ള എക്കണോമിക്സ് പോലുള്ള കോഴ്സിലേക്കാണ് കുട്ടികൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. സോ എന്തിനാണ് അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹയർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ACCA, CMA, CA എന്നൊക്കെ പറഞ്ഞ ഒരുപാട് തരത്തിലുള്ള കോഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പണ്ടൊന്നും അധികം കാണാൻ പറ്റില്ല. അതുകൊണ്ട് JEE, നീറ്റ്, എഞ്ചിനീയർ ആവാൻ, ഡോക്ടർ ആവാൻ എന്നുള്ളിടത്ത് നിന്ന് ഇപ്പൊ നല്ലൊരു കൊമേഴ്സ് മേഖലയിൽ ജോലി നേടാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. സോ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എംപിരിക്കൽ കോഴ്സിൽ നിന്ന് ചേഞ്ചസ് കാണാം. ദാറ്റ് മീൻസ് കൂടുതലും ഈ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് നമുക്ക് ലഭിക്കുന്നില്ല. അപ്പൊ ഇനി എന്ത് വേണം? ഇനി ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സ് പഠിക്കണം എന്നുള്ള മെത്തഡിലേക്കാണ് സ്റ്റുഡൻസ് ചിന്തിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഹൈ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉള്ള എക്കണോമി, ഇപ്പം സോഷ്യൽ സയൻസിലാണെന്നുണ്ടെങ്കിലും മറ്റു സാധാ ആന്ത്രപ്പോളജി അല്ലെങ്കിൽ സോഷ്യോളജി അല്ലെങ്കിൽ ഹിസ്റ്ററി അതൊക്കെ സബ്ജക്ട് എടുക്കുന്നതിന് പകരമായിട്ട് ഹയർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിയും അതുപോലെ തന്നെ ഹയർ റിട്ടേൺസ് ലഭിക്കുന്ന തരത്തിലുള്ള കോഴ്സുകളായിട്ടുള്ള എന്ത് സെലക്ട് ചെയ്യും? എക്കണോമി പോലുള്ള കോഴ്സുകളാണ് കൂടുതൽ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഹയർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ട്രഡീഷണൽ സബ്ജക്റ്റുകളായിട്ടുള്ള ആന്ത്രപ്പോളജി, സോഷ്യോളജി, ഹിസ്റ്ററി തുടങ്ങിയിരിക്കുന്ന സബ്ജക്ട്സിലേക്കുള്ള എൻറോൾമെന്റ് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദെൻ സ്പെഷ്യലൈസേഷൻ ആൻഡ് പോളിസി സ്കീം. ഓക്കെ, സോ എസ്പെഷ്യലി ഈ എഞ്ചിനീയറിംഗ് സബ്ജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് ആണ്. ഓക്കെ, അപ്പൊ പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് പണ്ടൊക്കെ എല്ലാവർക്കും എഞ്ചിനീയർ ആവണം എന്നൊക്കെ ആഗ്രഹം. പ്രോബ്ലം സോൾവിങ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇപ്പം MBBS ആയിക്കോട്ടെ, കുറച്ചുകൂടി എന്താണ് മൈൻഡ് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കേണ്ട ഒരു ജോബൊക്കെയാണ്. അപ്പം അത്തരം ഏരിയയിൽ നിന്ന്, അത്തരം സ്പെഷ്യലൈസേഷനിൽ നിന്ന് കുട്ടികൾ കുറച്ചുകൂടി എന്തായി മാറാണ്? അവരുടെ പ്രയോറിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് അവരുടെ ഒരു ആസ്പിറേഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
സ്റ്റുഡൻസ് ആ ഒരു പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് ആയിട്ടുള്ള എഞ്ചിനീയറിംഗിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ജോലിയിൽ നിന്നും കുറച്ചുകൂടി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ജോബിലേക്കാണ് അവർ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ഫൈനലി റൈസ് ഓഫ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. ഇപ്പൊ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് കൂടുതൽ ഇൻക്രീസ്. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ചെറിയൊരു ഗ്രാമപ്രദേശം എടുക്കുകയാണ്. ആ ഗ്രാമപ്രദേശത്തേക്ക് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാൻ പറ്റില്ല, അതുപോലെ തന്നെ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പറ്റില്ല. ബിക്കോസ് ഇതൊക്കെ ഹയർ കോസ്റ്റ് ഇന്റൻഡഡ് ആയിട്ടുള്ള കാര്യമാണ്. നല്ലൊരു ചെലവ് ആവശ്യമാണ് ഇനീഷ്യൽ സ്റ്റേജ് തന്നെ. ബട്ട് ഒരു നോർമൽ ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു സാധാ കോഴ്സ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് ആർട്സ് കോഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അധികം പൈസ ആവശ്യമില്ല. ബിക്കോസ് മെഡിക്കൽ കോളേജ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഒരുപാട് ലാബ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇനീഷ്യൽ പേയ്മെന്റ് വളരെ കൂടുതലായിരിക്കണം, ഇൻവെസ്റ്റ്മെന്റ്. സോ ഇവിടെ ബാച്ചലർ കോഴ്സുകൾ അവിടെ സ്റ്റാർട്ട് ചെയ്യും, ബാച്ചലർ ഓഫ് ആർട്സ് കോഴ്സുകൾ. അപ്പൊ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത്തരം ഗ്രാമങ്ങളിലേക്ക് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ അത്തരം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബേസിക്കലി എന്തിനാ അഡ്മിഷൻ വേണ്ടിയിട്ട് ആ ഗ്രാമങ്ങളിലെ ആളുകളോട് പറയും, ഇവിടെ ഞങ്ങൾക്ക് കോളേജ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ പാരന്റ്സിനെ പറഞ്ഞ് മനസ്സിലാക്കും ഇവിടെ കോളേജ് ഉണ്ട്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് പറയും. ബേസിക്കലി ആ കുട്ടിക്ക് IITയോ അല്ലെങ്കിൽ നീറ്റിലോ IIMസിലോ ഒക്കെ പഠിക്കാനൊക്കെയാണ് താല്പര്യം. ബട്ട് അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ അവൈലബിൾ ആക്കി കാണിച്ചു കൊടുക്കും, ഡിമാൻഡ് അവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അഫ്ലുവന്റ് ആയിട്ടുള്ള സെഗ്മെന്റ് സമൂഹത്തിലെ അണ്ടർ പ്രിവിലേജുള്ള സെഗ്മെന്റ് പലപ്പോഴും ഈ ഒരു ഡിഗ്രി നോർമൽ ഡിഗ്രി എങ്കിലും ഇരിക്കട്ടെ എന്നാണ് അങ്ങോട്ടേക്ക് വിടും. ഓക്കെ, വാട്ട് ഷുഡ് ബി ഡൺ? ഇൻക്രീസ് കോഴ്സ് ഓഫറിംഗ്, അതായത് ഡിമാൻഡ് സപ്ലൈ. 100 കുട്ടികൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 100 കുട്ടിക്കും എഞ്ചിനീയറിംഗിന് ഓപ്ഷൻ കൊടുക്കാതിരിക്കും. അപ്പൊ കോഴ്സസ് ഓഫർ ചെയ്യുന്നത് കൂട്ടാം. അതായത് ഞങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ കോഴ്സിലേക്ക് നിങ്ങൾ വന്നു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ സ്റ്റുഡൻസിന്റെ ആസ്പിറേഷന്റെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സസ് ഓഫർ ചെയ്യാൻ ശ്രമിക്കുക. ടീച്ചിങ് ക്വാളിറ്റീസ്, ടീച്ചിങ് മെത്തേഡ്സും കോഴ്സ് കണ്ടന്റ് ഡെലിവറിയും ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ഫിനാൻഷ്യൽ ബാരിയേഴ്സ് നോക്കാതിരിക്കുക. മാക്സിമം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഫോർഡബിൾ ആയിട്ടുള്ള ഫീ സ്ട്രക്ചർ കൊണ്ടുവരാൻ ശ്രമിക്കുക. ദാറ്റ് മീൻസ് ഫിനാൻഷ്യൽ എക്സ്ക്ലൂഷൻ, സ്റ്റുഡൻസിന്റെ ഇടയിൽ പൈസ ഇല്ലാതെ പഠിക്കാനാവാത്ത സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈടാക്കുന്ന ഈ ഒരു ഹയർ ഫീ, പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൈ ഫീസ് ആണ് പല കോഴ്സുകൾക്കും ഈടാക്കുന്നത്. ആ ഒരു ഹൈ ഫീസ് കുറച്ചുകൊണ്ട് തന്നെ ഒരു ആക്സസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ദാറ്റ് മീൻസ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ആക്സസ് ഇഷ്യൂസ്. സ്റ്റുഡൻസിന് ഇപ്പോൾ പൈസ ഇല്ല, അതുകൊണ്ട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടാവില്ല. കാരണം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സോർബിറ്റന്റ് ആയിട്ടുള്ള ഫീസ് ആണ് അവർ ഈടാക്കുന്നത്. ആ ഒരു കണ്ടീഷനിലേക്ക് എത്താതിരിക്കുക, വ്യക്തമായിട്ട് റെഗുലേഷൻസ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന് മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ദെൻ പ്രൊമോട്ട് ബാലൻസ്ഡ് ഡെവലപ്മെന്റ്, ഓക്കെ, ബോത്ത് ഇൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ്. നമ്മളെ റീജിയൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഗ്രോത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ഡിഫറെന്റ് സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻസിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, ദാറ്റ് മീൻസ് ഇപ്പൊ ഏതൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ, ആസ്പിറേഷൻസ് ഏതെങ്കിലും ആയിക്കോട്ടെ, ഇപ്പം കംപ്ലീറ്റ് ഒരു റീജിയനിൽ കംപ്ലീറ്റ്ലി ഒരു ബാച്ചലർ ഓഫ് ആർട്സ് പ്രോഗ്രാംസ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള കണ്ടീഷൻസ് മാറിയിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്. ഓക്കെ, രണ്ട് രീതിയിൽ പറയാം. ഒന്ന് കോഴ്സ് ഓഫറിംഗിൽ പറയാം, ഒന്നുപോലെ തന്നെ പ്രൈവറ്റ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ബേസിലും പറയാം. ഈ രണ്ട് രീതിയിലും കോഴ്സ് ഓഫറിംഗിൽ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് വേണം, അതുപോലെ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ പേരിലാണെങ്കിൽ ബാലൻസ്ഡ് അപ്രോച്ച് വേണം. പ്രൈവറ്റ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സും വേണം അവിടെ, അതുപോലെ തന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കോഴ്സുകളും വേണം. ഇതിൽ എന്തെങ്കിലും ഒന്ന് കുറഞ്ഞാൽ തന്നെ സ്റ്റുഡൻസിന്റെ ആസ്പിറേഷൻസ് മീറ്റ് ചെയ്യുന്ന കോഴ്സ് ആയിരിക്കും അവർക്ക് ലഭിക്കുന്നത്. ഓക്കെ, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ അവിടെ എക്സോർബിറ്റന്റ് ആയിട്ട് ഫീസ് കൂട്ടും. അതുപോലെ തന്നെ ഒരു സിംഗിൾ കോഴ്സ് മാത്രമാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റുഡൻസിന്റെ ചോയ്സ് അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇതാണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഏരിയാസിനകത്ത് വരുന്ന ഇഷ്യൂസുകൾ. സോ നെക്സ്റ്റ് മൂവിംഗ് ഓൺ ടു ഇന്ത്യൻ എക്സ്പ്രസ് ആർട്ടിക്കിൾ. ഫസ്റ്റ് ആർട്ടിക്കിൾ, സിഗ്നിഫിക്കൻസ് ഓഫ് അപ്കമിംഗ് G7 സമ്മിറ്റ്. UPSC സിലബസ് ടു ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. അപ്പം നമുക്കറിയാം 2024 നമ്മുടെ ഇലക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. NDA ഗവൺമെന്റ് അധികാരത്തിലേക്ക് വന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു G7 സമ്മിറ്റിലേക്ക് പോകുന്നതിന്റെ ആവശ്യകത എന്ന് പറയുന്നത്, അപ്പം തേർഡ് ടൈമിലേക്ക് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അധികാരത്തെത്തുന്നു. ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുള്ളത് G7 സമ്മിറ്റ് ആണ്. ഇറ്റലിയിൽ വെച്ച് നടക്കുന്ന G7 സമ്മിറ്റിൽ പങ്കെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റലിയിൽ ഫസാനിൽ വെച്ചിട്ടാണ് ഈ സമ്മിറ്റ് നടക്കുന്നത്. കാരണം ഈ ഒരു സമ്മിറ്റ് ഇന്ത്യനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഇന്ത്യക്ക് വെസ്റ്റേൺ നാഷൻസുമായിട്ടുള്ള ഒരു ടൈപ്പ് ഇൻക്രീസ് ചെയ്യാം. വെസ്റ്റേൺ നാഷൻസ് ആയിട്ടുള്ള US ആയിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, US അതുപോലെ തന്നെ യൂറോപ്പുമായിട്ടുള്ള ഒരു ബന്ധം ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, വെസ്റ്റേൺ നാഷൻസിൽ. കാരണം നമ്മൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ വെസ്റ്റേൺ കൺട്രീസുമായിട്ടുള്ള ഒരു റിലേഷൻസ് നമ്മൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ G7 ഈ ഒരു സമ്മിറ്റ് G7ന്റെ 15th ആനിവേഴ്സറി ആണ് ആഘോഷിക്കുന്നത്. ഓക്കെ, ഇവൻതോ ഒരുപാട് ഗ്ലോബൽ ടെൻഷൻ നമുക്കറിയാം, ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ, റഷ്യ ഉക്രൈൻ ഇഷ്യൂ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള, അതുപോലെ തന്നെ ചൈനീസ് അഗ്രസീവ് പോളിസീസ്, യുഎസിന്റെ കൗണ്ടർ മെക്കാനിസം പോളിസീസ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ഗ്രോയിങ് ടെൻഷൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വെസ്റ്റേൺ ബ്ലോക്ക് ആൻഡ് ഈസ്റ്റേൺ ബ്ലോക്ക് തമ്മിലുള്ള ഒരു കോൾഡ് വാർ തുടങ്ങാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടും ഈ പറഞ്ഞിരിക്കുന്ന G7 സമ്മിറ്റ് വളരെ ക്രൂഷ്യൽ ആണ് ഇന്ത്യ അറ്റൻഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ G7 സമ്മിറ്റ് കഴിഞ്ഞതിനുടനെ തന്നെ ഇന്ത്യ SCO ഷാങ്ഹായ് കോപ്പറേഷൻ മീറ്റിംഗ് അതിലും പങ്കെടുക്കും. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസാഖിസ്ഥാൻ വെച്ചിട്ടാണ് ഷാങ്ഹായ് കോപ്പറേഷൻ നടക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ അഡ്വൈസറീസ് ആയിട്ടുള്ള ചൈനയുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്ലി റിലേഷനുള്ള റഷ്യയുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ശത്രുവിനെ മിത്രമാക്കുന്ന ഒരു തന്ത്രമാണ് ഇന്ത്യ ഇവിടെ പ്രയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാം വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് അപ്കമിംഗ് ഗ്ലോബൽ ഇവന്റ്സ് ലൈക്ക് G7 ഫോർ ഇന്ത്യ. സ്ട്രെങ്തനിങ് ടൈസ് വിത്ത് വെസ്റ്റ്. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയുടെ റിലേഷൻഷിപ്പ് വിത്ത് വെസ്റ്റേൺ നാഷൻസിന് ഇൻക്രീസ് ചെയ്തിരിക്കണം. കാരണം ഒരുപാട് ഗ്ലോബൽ ചലഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ഇവൻ തോ ചൈനയുടെ അഗ്രസീവ് പോളിസീസ്, ഇന്തോ പസഫിക് സ്ട്രാറ്റജി, അപ്പോൾ പലതരത്തിലുള്ള ഫുഡ് സെക്യൂരിറ്റി, എനർജി സെക്യൂരിറ്റി, ഇതിനകത്തേക്ക് ഇഷ്യൂസ് വരുന്നത് കൊണ്ട് തന്നെ വെസ്റ്റേൺ നാഷൻസുമായിട്ടുള്ള റിലേഷൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. WTO തമ്മിലുള്ള ഒരു ഇഷ്യൂ. അപ്പം വെസ്റ്റേൺ കൺട്രീസ് ആ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് അവിടെ ഉള്ളത് കൊണ്ടാണ് WTO എന്ന കേസ് രണ്ട് രാജ്യങ്ങളും പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താ കേസ് എന്ന് അറിയാത്തത് പ്രീവിയസ് കഴിഞ്ഞ 2 ദിവസം മുന്നേ ഉള്ള ന്യൂസ് അനാലിസിസ് കണ്ടു നോക്കിയാൽ മതി. സോ അത്തരത്തിലുള്ള ഇഷ്യൂസുകൾ ഇപ്പം വെസ്റ്റേൺ കൺട്രീസുമായിട്ട് ഒരു നല്ലൊരു ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത്തരം ഇഷ്യൂസ് നല്ലൊരു ഡിപ്ലോമാറ്റിക് റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള സപ്പോർട്ടും വെസ്റ്റേൺ കൺട്രീസ് ലഭിക്കും. അത് ഇലക്ട്രൽ വാലിഡേഷൻ മീൻസ് ഇന്ത്യൻ ഡെമോക്രാറ്റിക് ഇലക്ഷൻ വ്യവസ്ഥിതിയിൽ പല രാജ്യങ്ങളും അതൃപ്തി പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. എസ്പെഷ്യലി വെസ്റ്റേൺ കൺട്രീസ് ഡെമോക്രാറ്റിക്കലി എലക്ട് ചെയ്തിരിക്കുന്ന രീതിയിലല്ല അവിടുത്തെ ഗവൺമെന്റ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മൾ EVM-ന് ഡൊമസ്റ്റിക്കലി നമ്മുടെ EVM-നെ നമ്മൾ ഇത് പക്ഷൊക്കെ കുറ്റം പറഞ്ഞ സമയത്താണെങ്കിലും അതേ സെയിം കാര്യങ്ങൾ ഇന്റർനാഷണൽ ഫ്രണ്ടിലേക്കും ഇവിടെ നിന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് EVM ഹാക്ക് ചെയ്തിട്ടാണ് എന്നൊക്കെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഡെമോക്രാറ്റിക് വ്യവസ്ഥ അപകടത്തിലാണ് എത്തിക്കാൻ അവരുടെ ക്രിട്ടിക്സ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നുകൂടെ റീഅഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രോപ്പർ ഇലക്ട്രൽ വാലിഡേഷൻ, ഇലക്ട്രൽ പ്രൊസീജിയറിലൂടെയാണ് ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി തന്നെയാണ്, കംപ്ലീറ്റ് അഷുറൻസ്. കാരണം ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷം ഉണ്ട് എന്ന് നമുക്ക് ഈ ഒരു ഇലക്ഷനിൽ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫേക്ക് ആയിട്ടുള്ള ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പലപ്പോഴും വെസ്റ്റേൺ കൺട്രീസ് കൊടുക്കാറുണ്ടായിരുന്നു ഇന്ത്യൻ ഡെമോക്രാറ്റിക് വ്യവസ്ഥയെ തകർത്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ഇലക്ഷൻ ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഇലക്ട്രൽ വാലിഡേഷൻ ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കിയിട്ട് G7 സമ്മിറ്റിലേക്ക് പോകാം. അതിന് എൻഹാൻസ്ഡ് മൾട്ടിലാറ്ററൽ എൻഗേജ്മെന്റ്, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ലൈക്ക് G7 ആയിക്കോട്ടെ, അതുപോലെ തന്നെ SCO ആയിക്കോട്ടെ, SCO G7 ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വിൽ ഹെൽപ്പ് ഇന്ത്യ ടു അഡ്രസ് ഗ്ലോബൽ ഇഷ്യൂസ് എസ്പെഷ്യലി ഇൻ ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ തന്നെ ട്രേഡ് ആൻഡ് സെക്യൂരിറ്റി. ഓക്കെ, അതായത് ഇത്തരത്തിലുള്ള ഒരു വലിയ വലിയ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു മൾട്ടിലാറ്ററൽ എൻഗേജ്മെന്റ്സിലൂടെ വേൾഡ് എല്ലാവരും ഒരേപോലെ അനുഭവിക്കുന്ന ക്ലൈമറ്റ് ചേഞ്ച്, ടെററിസം, സെക്യൂരിറ്റി, ഫുഡ്, ഫ്യൂവൽ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഈ ഒരു സംഭാഷണം കൊണ്ടുവരാനും അത് ഗ്ലോബൽ ലീഡേഴ്സിന്റെ മുന്നിൽ എത്തിക്കാനും സാധിക്കും. ദെൻ ഫുഡ് ആൻഡ് എനർജി സെക്യൂരിറ്റി. ഇന്ത്യ ഒന്നുകൂടെ ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഈ ഒരു ഡിസ്കഷൻ, ഫുഡ് ആൻഡ് എനർജി സെക്യൂരിറ്റി. ബേസിക്കലി ഈ ഒരു G7ന്റെ മേജർ അജണ്ട തന്നെ, ഇറ്റലിയിൽ നടക്കുന്ന ഈ G7ന്റെ മേജർ അജണ്ട തന്നെ ഫുഡ് ആൻഡ് എനർജി സെക്യൂരിറ്റി ആയിരിക്കും. കാരണം എസ്പെഷ്യലി നമ്മുടെ റഷ്യ ഉക്രൈൻ വാർ നടന്ന സമയത്താണെങ്കിൽ, ഇസ്രായേൽ പാലസ്തീൻ വാർ നടന്ന സമയത്താണെങ്കിൽ ഫുഡ് ആൻഡ് എനർജി സെക്യൂരിറ്റീസ് വളരെ ഹാമ്പറിംഗ് ആയിട്ടുണ്ട്. ഇപ്പൊ എസ്പെഷ്യലി റഷ്യ ഉക്രൈൻ നോക്കാം, ഉക്രൈൻ റഷ്യ ഇഷ്യൂസിന്റെ അകത്ത് ഈ ഒരു ഫുഡ് സപ്ലൈ പലപ്പോഴും പല ഗ്ലോബൽ സൗത്ത് കൺട്രീസിനും ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് മീൻസ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സുകളൊക്കെ ഡെലിവറി ചെയ്യുന്നത് ഉക്രൈൻ ആയിരുന്നു. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യനെ സംബന്ധിച്ചാണെങ്കിൽ ഉക്രൈനിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാറുണ്ട്. അത് എനർജി സെക്യൂരിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ റഷ്യ നമുക്ക് ഫ്യൂവൽസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന റഷ്യയാണ്. എസ്പെഷ്യലി ക്രൂഡ് ഓയിൽ ഒക്കെ നമ്മൾ പല ഏജൻസീസ് ആയിട്ട് വെനിസ്വലയിൽ നമ്മൾ ക്രൂഡ് ഓയിൽ സപ്ലൈ വാങ്ങുന്നുണ്ട്, സൗദി അറേബ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ സപ്ലൈ വാങ്ങുന്നുണ്ട്. അപ്പൊ ആ ഒരു വാർ നടന്ന സമയത്ത് ഈ ഒരു ക്രൂഡ് ഓയിൽ സപ്ലൈ ഒക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു റേറ്റ് എക്സ്പാൻഷൻ ഒരിക്കലും നടന്നിട്ടുണ്ടായിരുന്നു. പ്രോപ്പർ പെട്രോളിയം മന്ത്രാലയം പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രാറ്റജി ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവൻതോ നമുക്ക് ഒരു തരത്തിലുള്ള സപ്ലൈയും റഷ്യയിൽ നിന്ന് കിട്ടാൻ സമയത്തും ഒരു ഹയർ റേഞ്ചിലേക്ക് നമ്മുടെ പ്രൈസ് ഏകദേശം അന്ന് പറഞ്ഞിരിക്കുന്ന ഏകദേശം 10-20 രൂപ പെർ ലിറ്ററിന് ഇൻക്രീസ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത്രത്തോളം ഇൻക്രീസ് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ മിനിസ്റ്ററി എടുത്തിരിക്കുന്ന ഒരു നല്ല തീരുമാനമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഇഷ്യൂസ് ഇനി ഭാവിയിൽ വരാൻ പാടില്ല. അപ്പൊ ആ ഒരു കാര്യങ്ങളോട് G7 സമ്മിറ്റിൽ സംസാരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ
അതിന് പുറമെ വാട്ട് ആർ ദ ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇന്ത്യൻ ഡിപ്ലോമസി. അപ്പം ഇന്ത്യൻ ഡിപ്ലോമസിയുടെ ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് നോക്കാം. നാവിഗേറ്റിംഗ് ഗ്ലോബൽ ടെൻഷൻസ്. ഓക്കെ, സോ ഈ ഒരു G7 സമ്മിറ്റ് എസ്പെഷ്യലി ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെസ്റ്റേൺ കൺട്രീസും അതുപോലെ തന്നെ സിനോ ഓഷ്യൻ ഐലൻഡ്സ് തമ്മിലുള്ള ഒരു റിഫ്റ്റ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് വെസ്റ്റേൺ ബ്ലോക്കിൽ നോക്കുകയാണെങ്കിൽ ആരൊക്കെയുണ്ട്? US പ്ലസ് യൂറോപ്പ് ഉണ്ട് അല്ലെ. ഈസ്റ്റേൺ ബ്ലോക്കിലേക്ക് ചൈന പ്ലസ് റഷ്യ ആണുള്ളത്. സോ ഇതിന്റെ നടുവിലാണ് ആരുള്ളത്? നമ്മുടെ ഇന്ത്യ ഉള്ളത്. അപ്പം എന്തുകൊണ്ടാലും ഇവരുടെ റിലേഷൻസ് ഇവൻ ജോഗ്രഫിക്കലി ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക്കലാണെന്നുണ്ടെങ്കിലും നമ്മൾ US യൂറോപ്പായിട്ട് നല്ല ബന്ധമുണ്ട്. ചൈനയും റഷ്യയുമായിട്ട് നമുക്കൊരു ഒരു തെറ്റില്ലാത്തൊരു ബന്ധമുണ്ട്. ജോഗ്രഫിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈന റഷ്യയുമായിട്ട് നമ്മൾ നെയ്ബേഴ്സ് ആണ്. അതുപോലെ തന്നെ US യൂറോപ്പായിട്ട് നമുക്ക് നല്ലൊരു ബന്ധമുണ്ട്. അപ്പം ഈ ഒരു ഗ്ലോബൽ ടെൻഷൻ നമുക്കറിയാം. ഈ ഒരു വെസ്റ്റേൺ ബ്ലോക്കും അതുപോലെ തന്നെ ഈസ്റ്റേൺ ബ്ലോക്കും തമ്മിലൊരു നല്ലൊരു ഗ്ലോബൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു നിയർ ഫ്രണ്ടിൽ ഒരു കോൾഡ് വാർ വരെ നടക്കാം എന്നുള്ള സാഹചര്യത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ നടുവിൽ നിൽക്കുന്ന ഇന്ത്യനെ സംബന്ധിച്ച് ഇത് വളരെ ഡിഫിക്കൽട്ട് കാര്യമാണ്. പലപ്പോഴും ഇന്തോ പസഫിക് സ്ട്രാറ്റജി ആയിക്കോട്ടെ, ക്വാഡ് സ്ട്രാറ്റജി ആയിക്കോട്ടെ, ചൈനയുടെ അഗ്രസീവ് പോളിസീസ് തടയാൻ വേണ്ടിയിട്ട് US എന്തിനാണ് ഇന്ത്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? WTOയിൽ ഇത്രയും പൈസ US കൊടുക്കുന്നുണ്ടപ്പോൾ എന്തിനാണ് ഇന്ത്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചത്? WTO കേസ് പിൻവലിച്ച് എന്തിനായിരുന്നു? അപ്പൊ എസ്പെഷ്യലി ഇന്തോ പസഫിക് സ്ട്രാറ്റജീസ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ പോലുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള വളരെ വലിയ ഒരു സാമ്പത്തിക ശക്തിയുള്ള കൺട്രി ഈ ഒരു ഈസ്റ്റേൺ ബ്ലോക്കിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു കൺട്രി ഇന്ത്യ അല്ലാതെ മറ്റൊരു കൺട്രീസും നിലവിൽ ഈസ്റ്റേൺ ബ്ലോക്കിലില്ല. പാകിസ്ഥാൻ ആയിക്കോട്ടെ, ഭൂട്ടാൻ ആയിക്കോട്ടെ, ഏത് കൺട്രീസ് നോക്കിക്കഴിഞ്ഞാൽ പോലും അത്രയും ബ്ലോക്കില്ല. ഇനി ഉള്ളത് തന്നെ ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിൽ പോലും അത് പസഫിക് ഓഷ്യൻസിന്റെ ഏകദേശം ലാസ്റ്റ് സൈഡിലേക്ക് പോയി, ഈസ്റ്റേൺ സൈഡിലേക്ക് പോയി. ഈ ഒരു ഇന്തോ പസഫിക് റീജിയൻ ഉണ്ട് നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ എൻഗേജ്മെന്റ് വിത്ത് അഡ്വൈസറി, SCO പോലുള്ള മീറ്റിംഗിന്റെ അകത്ത് നമ്മൾ ഈ ഒരു അഡ്വൈസറീസുമായിട്ട് ഈ ഒരു ഡയറക്റ്റ് എൻഗേജ്മെന്റ് നടത്തുന്ന സമയത്ത് ചൈന നമ്മളൊരു അഡ്വൈസറി ആണല്ലോ. അപ്പൊ ഈ ഡയറക്റ്റ് ആയിട്ടുള്ള ഈ ഒരു എൻഗേജ്മെന്റ്സ് നടത്തുന്നതിലൂടെ തന്നെ അതുപോലെ തന്നെ ഈ റഷ്യൻ ലീഡേഴ്സും അതുപോലെ തന്നെ ചൈനയുമായിട്ടൊക്കെ നമ്മൾ ഈ ഒരു ബന്ധം വെക്കുന്നതിലൂടെ എന്താണ് ഇവിടെ പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ചൈനയോടുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താണ് ശത്രുവിനെ മിത്രമാക്കി മാറ്റുക എന്നുള്ള ബന്ധമാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരുപാട് ടെൻഷൻസുകൾ അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ടെൻഷൻസുകൾ എത്രത്തോളം ക്രിയേറ്റ് ചെയ്യുന്നു വീണ്ടും നമ്മൾ ഒരു വാറിലേക്കോ കാര്യങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു നമ്മുടെ ബോർഡർ ഏരിയാസിനകത്ത് ടെൻഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കാൻ ഒരു ഫ്രണ്ട്ലി റിലേഷൻസ് ഉണ്ടാക്കുക. അതുകൊണ്ട് മാത്രമാണ് SCO മീറ്റിംഗിൽ പോകാൻ നിൽക്കുന്നത്. കാരണം SCO മീറ്റിംഗ് പലപ്പോഴും ഇന്ത്യ ബഹിഷ്കരിച്ചിരിക്കുന്ന ഒരു മീറ്റിംഗ് ആണ്, ഷാങ്ഹായ് കോഓപ്പറേഷൻ. കാരണം ചൈന ലെഡ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആണ് SCO മീറ്റിംഗ്. അപ്പൊ അതിൽ ഇന്ത്യ ഇത്തരം ആക്റ്റീവായി പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇന്റേണൽ മാറ്റേഴ്സിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങുന്നു. കാരണം എക്സ്റ്റേണൽ വരുന്ന അഡ്വൈസറീസിനെ ഫോക്കസ് ചെയ്യുന്നതിന് പുറമെ നമ്മൾ ഇന്റേണൽ മാറ്റേഴ്സിലേക്ക്, ഇന്ത്യയുടെ ഡൊമസ്റ്റിക് കാര്യങ്ങളിലേക്ക് ഇന്ത്യയുടെ എക്കണോമിക് ബൂസ്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നാണ് നോക്കി കാണേണ്ടത്. കാരണം അവരായിട്ടൊക്കെ റിലേഷൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബോർഡർ ഏരിയസിൽ ഇഷ്യൂസ് നമുക്ക് വരുന്നില്ല. ദെൻ ഫൈനലി സ്ട്രാറ്റജിക് ഓട്ടോണമി. ഓക്കെ, സോ ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമിക്കൽ ആയിട്ടുള്ള പോളിസി. അപ്പൊ എല്ലാവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പോലും വ്യക്തമായിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള റിലേഷൻസ് ആയിരിക്കണം ഇന്ത്യക്ക് വേണ്ടത്. അതായത് നമ്മൾ കംപ്ലീറ്റ്ലി വെസ്റ്റേൺ കൺട്രീസ് പറയുന്ന പോലെയും അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഈസ്റ്റേൺ ബ്ലോക്ക് പറയുന്ന പോലെയും നിൽക്കരുത്. നമുക്കൊരു കോമൺ സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം. ഓക്കെ, ദാറ്റ് മീൻസ് എല്ലാവരും നല്ല ഫ്രണ്ട്ലി റിലേഷൻ വെച്ചോളൂ. പക്ഷേ US പറയുന്ന കേട്ടിട്ട് ചൈനക്കെതിരെ അറ്റാക്ക് ചെയ്യണം എന്നൊരു ഒബ്ലിഗേഷൻസ് ഉണ്ടാകാൻ പാടില്ല. ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി നമുക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ഫൈനലി വാട്ട് ഷുഡ് ബി ഡൺ ആസ് എ വേ ഫോർവേഡ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് റിലേഷൻസിൽ വേണമെങ്കിൽ പോയിക്കോട്ടെ, ബട്ട് എല്ലാം ഒരു ബാലൻസിങ് ആക്ട് ആയിരിക്കണം. ഓക്കെ, ബാലൻസിങ് ആക്ട് എന്താണ്? ഇന്ത്യ ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യണം ബിറ്റ്വീൻ റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ കോമ്പറ്റീറ്റിംഗ് ഗ്ലോബൽ പവർ ബന്ധപ്പെട്ടിട്ട്. ദാറ്റ് മീൻസ് ഓവർ റിലയൻസ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെസ്റ്റേൺ ബ്ലോക്കിലേക്ക് ഒരു ഓവർ റിലയൻസ് ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഈസ്റ്റേൺ ബ്ലോക്കിൽ ഓവർ റിലയൻസ് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഇവരെയും വെറുപ്പിക്കാൻ പാടില്ല, ഈ ഒരു ഈസ്റ്റേൺ ബ്ലോക്കിനെയും നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. രണ്ടിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് എടുക്കാൻ ശ്രമിക്കുക. വേ ഫോർവേഡ് ഇന്ത്യക്ക് എടുക്കാൻ പറ്റുന്ന ഒരേ ഒരു സാധ്യത അത് മാത്രമല്ല. അതിന് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ആയിക്കോട്ടെ, അഗ്രിമെന്റ്സ് ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും പ്രൊജക്ടുകൾ ആയിക്കോട്ടെ, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒന്നിനെ ബയാസ് ചെയ്ത് പോകണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്, എപ്പോൾ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നിങ്ങളുടെ മെയിൻ ആൻസർ ആയിട്ട് നിങ്ങൾ ഒരിക്കലും ബയാസ് ചെയ്ത കണ്ടീഷൻസിൽ എഴുതാൻ നിൽക്കരുത്. ഓക്കെ, സോ മൂവിംഗ് ഓൺ ടു ഫൈനൽ ആർട്ടിക്കിൾ, ഇംപ്ലിക്കേഷൻ ഓഫ് ടെറർ അറ്റാക്ക് ഇൻ റേസി. ഓക്കെ, സോ ഈ ആർട്ടിക്കിൾ നമുക്കറിയാം. ഈ റീസെന്റ് ആയിട്ട് NDA ഗവൺമെന്റിന്റെ ഇനോഗ്രേഷൻ ടൈമിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ പിൽഗ്രിംസിനെ കൊണ്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതിന്റെ മുകളിൽ
സോറി, ഒരു ബസിന്റെ മുകളിൽ ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ന്യൂസിൽ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. സോ ആ ഒരു അറ്റാക്ക് നടന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ്? എസ്പെഷ്യലി ഈ ഒരു അറ്റാക്ക് ഏറ്റെടുത്തിരിക്കുന്നത് പാകിസ്ഥാൻ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന റെസിസ്റ്റന്റ് ഫ്രണ്ട് ആയിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബയാണ്. ലഷ്കർ ഇ തൊയ്ബയാണ്, LET ആണ് ഇതിന്റെ ഈ ഒരു അറ്റാക്കിന്റെ എന്താ അറ്റാക്ക് ക്ലെയിം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്കിവിടെ നോക്കാനുള്ളത് ആ ഒരു ജമ്മു ആൻഡ് കാശ്മീരിൽ നടന്നിരിക്കുന്ന ഇഷ്യൂസിന്റെ അകത്ത് ഏകദേശം നടന്നിരിക്കുന്ന കാര്യം ഏകദേശം 9 മരണവും 33 ഇഞ്ചുറീസുമാണ് അവിടെ നടന്നിട്ടുണ്ട്. അതായത് ബസ്സിൽ അറ്റാക്ക് പിൽഗ്രിംസ് നടന്നു വന്നപ്പം പാക് സ്പോൺസർഡ് ആയിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബയാണ് ഈ ഒരു അറ്റാക്ക് ക്യാരി ഔട്ട് ചെയ്തിട്ടുള്ളത്. സോ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇന്ത്യയുടെ കണ്ടീഷൻസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് എസ്പെഷ്യലി നമ്മുടെ നാഷണൽ ഇവന്റ് NDA ഗവൺമെന്റ് വിജയിച്ചിട്ട് രാഷ്ട്രപതി ഭവനിൽ ആ ഒരു ചടങ്ങ് നടക്കുന്ന സമയത്താണ് നമുക്ക് എസ്പെഷ്യലി ഒരു അറ്റാക്ക് നടക്കുന്നത്. കാരണം ഒരു റിമൈൻഡർ ആണ്, ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ റിമൈൻഡർ ആണ് നമുക്ക് മുന്നിൽ കാണിക്കുന്നത്. ദാറ്റ് മീൻസ് പാകിസ്ഥാന്റെ പണ്ടുള്ള ആക്രമണമാണ് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ ഡീസ്റ്റെബിലൈസ് ചെയ്യുക. കാരണം ഓൾറെഡി 370 എടുത്ത് മാറ്റിയ സമയത്ത് ജമ്മു ആൻഡ് കാശ്മീർ നല്ല സ്റ്റേബിൾ കണ്ടീഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ വീണ്ടും ഒരു ഡീസ്റ്റെബിലൈസേഷൻ കൊണ്ടുവരണം. എന്നാൽ മാത്രമാണ് പാകിസ്ഥാന്റെ ഉദ്ദേശം നടക്കുക. അതുകൊണ്ടാണ് പാകിസ്ഥാൻ സ്പോൺസേർഡ് ഈ ഒരു ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ് ആണ് ലഷ്കർ ഇ തൊയ്ബക്ക് ഇവിടെ വന്നിട്ട് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇത്തരത്തിലുള്ള പാറ്റസ്, ദാറ്റ് മീൻസ് ഇത്തരത്തിലുള്ള ഇവോൾവിംഗ് ടാക്ടിക്സുകൾ, കാരണം ഒരു നാഷണൽ ഇവന്റിന്റെ സമയത്ത് തന്നെ ഇവർ അറ്റാക്ക് ചെയ്യുന്നത് എന്താണ് ആവശ്യം? NDA ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്താണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അവർ അത്രയ്ക്ക് സ്ട്രോങ് ആണെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. സോ ഇത്തരം ഇഷ്യൂസുകൾ ഫ്യൂച്ചർ അറ്റാക്സുകളിൽ നിന്ന് ഫ്യൂച്ചർ അറ്റാക്സിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സെക്യൂരിറ്റി അപ്പാരറ്റസുകൾ ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. GS-Paper 3 ഇന്റേണൽ സെക്യൂരിറ്റി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സോ വാട്ട് ആർ ദ ഇംപ്ലിക്കേഷൻ ഓഫ് റൈസി അറ്റാക്ക്? ഓക്കെ, അതാണ് ഇത് പാകിസ്ഥാന്റെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. വാർ ബൈ എ 1000 കട്ട്. ഓക്കെ, ഇത് പാകിസ്ഥാന്റെ ഒരു ഓൺഗോയിങ് കമ്മിറ്റ്മെന്റിന്റെ ഒരു സൂചനയാണ്. വാർ ബൈ എ 1000 കട്ട്സ് സ്ട്രാറ്റജി ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീർ ഞങ്ങൾ ആയിരങ്ങളാക്കി മുറിച്ച് അവിടെ വാർ കൊണ്ടുവരും എന്നുള്ളതാണ് അത് പാകിസ്ഥാന്റെ കമ്മിറ്റ്മെന്റ്. നോപ്പണ്ടി പറഞ്ഞിട്ടുള്ള പാകിസ്ഥാന്റെ കമ്മിറ്റ്മെന്റ് അതാണ്. അപ്പൊ സിംബോളിക് ആയിട്ടുള്ള ടൈമിംഗ് ആയിരുന്നു അത്. എസ്പെഷ്യലി NDA ഗവൺമെന്റിന്റെ ഇനോഗ്രേഷൻ ഫേസിൽ, കറക്റ്റ് ആ ഇനോഗ്രേഷൻ ഫേസിലായിരുന്നു ഈ ഒരു അറ്റാക്ക് നടത്തിയത്. അതായത് NDA ഗവൺമെന്റ് അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പോസിഷൻ പാർട്ടി നമുക്ക് നിലവിലിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂസുകൾ അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പം ദാറ്റ് മീൻസ് ഇവിടെ എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത്? ടെററിസ്റ്റിന്റെ സ്ട്രാറ്റജീസ് ആണ്. ദാറ്റ് മീൻസ് ഏത് നിങ്ങൾ വലിയ ആഘോഷങ്ങൾ ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ള സൂചന തരുന്നു. മെസ്സേജ് ഓഫ് പെർസിസ്റ്റൻസ്. അപ്പൊ ഈ ഒരു അറ്റാക്ക് ഇന്റന്റ് ചെയ്തിരിക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും നിലവിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരു അൺറിസോൾവ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ജമ്മു ആൻഡ് കാശ്മീർ ഇപ്പോഴും റിസോൾവ്ഡ് ആയിട്ടില്ല. ജമ്മു ആൻഡ് കാശ്മീർ ഇപ്പോഴും കലുഷിതമായിട്ടുള്ള ഒരു ഭൂമിയാണ് എന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് ചൂണ്ടിക്കാണിക്കുക എന്നാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ആർട്ടിക്കിൾ 370 എടുത്ത് മാറ്റി നോർമൽ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒന്നും ചെയ്യാൻ പറ്റില്ല. പാകിസ്ഥാൻ ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പാകിസ്ഥാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വീണ്ടും ഇത്തരം പാക് ഫണ്ട് ചെയ്തിരിക്കുന്ന ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ്സിനെ മുന്നോട്ടേക്ക് കൊണ്ടുവരികയും അതിലൂടെ ഒരു പെർസെപ്ഷൻ കൊണ്ടുവരികയാണ്. ഇവിടുത്തെ ഇഷ്യൂസ് ഇപ്പോഴും റിസോൾവ് ആയിട്ടില്ല. ഓക്കെ, ഈ ഇത് ആർട്ടിക്കിൾ 370 എടുത്ത് മാറ്റി ഇൻ ഫേവർ ഓഫ് ഇന്ത്യ അല്ല, അത് നോൺ ഫേവറിംഗ് ആണ് അവിടുത്തെ ആളുകളെ. അതുകൊണ്ടാണ് ഞാൻ അറ്റാക്കിംഗ് ക്യാരി ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുക ജമ്മു ആൻഡ് കാശ്മീർ കലുഷിതമാണ് എന്ന് ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക. വാട്ട് ഷുഡ് ബി ഡൺ? ഇറ്റ്സ് എ വേ ഫോർവേഡ് സ്ട്രെങ്തനിങ് ദ ലോക്കൽ ഗവേണൻസ്. ദാറ്റ് മീൻസ് പ്രോപ്പർ ആയിട്ടുള്ള ലോക്കൽ അസംബ്ലി ഇലക്ഷൻസ്, അതുപോലെ തന്നെ അസംബ്ലി ഇലക്ഷൻസുകൾ കണ്ടക്ട് ചെയ്തിട്ട് ഒരിക്കലും ഡിലേ ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ ഡെമോക്രാറ്റിക് പ്രോസസ്സ് അവിടെ ഇൻക്രീസ് ചെയ്യും. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെന്റിനെ എത്തിക്കാനോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള, ഇപ്പൊ നമുക്കറിയാം തീർച്ചയായിട്ടും അതൊരു യൂണിയൻ ടെറിട്ടറി ആണ്. എന്നിരുന്നാൽ പോലും യൂണിയൻ ടെറിട്ടറിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലെജിസ്ലേച്ചറിനെ കൊണ്ടുവരാൻ ശ്രമിക്കും. സോ അത്തരത്തിലുള്ള കോമൺ ആയിട്ടുള്ള ലെജിസ്ലേച്ചറിനെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ലോക്കൽ ബോഡീസോ അവിടെ ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെ എലക്ട് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കും. അങ്ങനെയാണെങ്കിൽ അവരെ നോക്കിക്കോളും. ഒരുപാട് സെക്യൂരിറ്റി ഫോഴ്സസ് നമുക്ക് അവിടെ ആവശ്യമായിട്ടില്ല. അപ്പൊ ലോക്കൽ ഗവൺമെന്റ്സിനെ എൻഷുർ ചെയ്യുന്നതിലൂടെ തന്നെ, ലോക്കൽ ഗവൺമെന്റ്സിനെ എംപവർ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഒരു റൂട്ട് കോസുകൾ നടത്താൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജി ലോക്കൽ ഗവൺമെന്റ് വെച്ചാൽ നമ്മൾ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഗവൺമെന്റ് ആണ്. പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലെയുള്ള അതിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യുക, എംപവർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ആയിട്ടുള്ള ഓരോ ആളുകളുമായിട്ടും ഇൻഡിവിജ്വലി അട്രാക്ട് ചെയ്തിരിക്കുന്ന ആളുകളാണ്. ഇൻഡിവിജ്വലി അറിയുന്നതല്ല. നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ വീടുകളിലൊക്കെ വരുന്ന പോലെ
ഇപ്പൊ ലോക്കൽ ലെവലിൽ നടക്കുന്ന എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജീസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു അറ്റാക്കിംഗ് പെട്ടെന്ന് തന്നെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. കോംപ്രിഹെൻസീവ് കൗണ്ടർ ടെററിസം സ്ട്രാറ്റജി. ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത മറ്റൊരു കാര്യമാണ് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കൗണ്ടർ ടെററിസം സ്ട്രാറ്റജീസ്. ദാറ്റ് മീൻസ് ഇൻക്ലൂഡിംഗ് മിലിറ്ററി ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, സോഷ്യോ എക്കണോമിക് ഡയമെൻഷൻസിലാണെന്നുണ്ടെങ്കിലും നല്ലൊരു കൗണ്ടർ ടെററിസം സ്ട്രാറ്റജി, ടെററിസത്തിനെ കൗണ്ടർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യണം. സോ എസ്പെഷ്യലി ഇൻ ലോക്കൽ കമ്മ്യൂണിറ്റീസുമായിട്ടുള്ള എൻഗേജ്മെന്റ് ഇൻക്രീസ് ചെയ്യും കൗണ്ടർ ടെററിസം എഫേർട്സിന് വേണ്ടിയിട്ട്. ഒരു ഇന്റഗ്രേഷൻ, അതായത് ജമ്മു ആൻഡ് കാശ്മീരിന് ഒരു ഇന്ത്യയുടെ ഒരു ഭാഗമാണ്, ഇന്ത്യൻ ഭാഗം പോലെ തന്നെ മെയിൻ സ്ട്രീംസിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവിടെ ടെററിസ് ഉണ്ടാവാതെ, ടെററിസ് ഉണ്ടാകാതിരിക്കാൻ വെച്ചിട്ട് കമ്മ്യൂണൽ എൻഗേജ്മെന്റ് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, അതായത് അവിടുത്തെ കമ്മ്യൂണിറ്റിയുമായിട്ട് ലോക്കൽ ഫോഴ്സിനോ അല്ലെങ്കിൽ ഈ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് പ്രോസസ്സിനാണെന്നുണ്ടെങ്കിലും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു കമ്മ്യൂണിറ്റി മുഖേന, ഓക്കെ, അതായത് അവിടുത്തെ ആളുകൾ മുഖേന തന്നെ കൗണ്ടർ ടെററിസം സ്ട്രാറ്റജി, അല്ല ചുമ്മാ പോലീസുകാർ തോക്കും പിടിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങുക, അതാണ് കൗണ്ടർ ടെററിസം സ്ട്രാറ്റജി എന്നല്ല. ആളുകൾ മുഖേന നമുക്കൊരു കൗണ്ടർ ടെററിസം സ്ട്രാറ്റജി അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പിലേക്ക് അവർ മൂവ് ചെയ്യുന്നതിന് അവരെ തടയുകയും ചെയ്യും. എൻഹാൻസ്ഡ് സെക്യൂരിറ്റി മെഷേഴ്സുകൾ എടുക്കുക. ദാറ്റ് മീൻസ് സെക്യൂരിറ്റി എഫേർട്സ് ആയിട്ടുള്ള വൾണറബിൾ ഏരിയാസിൽ നമുക്കറിയാം പല ഏരിയാസും ജമ്മു ആൻഡ് കാശ്മീർ പല ഏരിയസും വൾണറബിൾ ആണ്. എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ അറ്റാക്ക് നടത്താൻ സാധ്യതയുള്ള ഏരിയ നമുക്കറിയാം. അപ്പൊ അറ്റ്ലീസ്റ്റ് ഇത്തരത്തിലുള്ള നാഷണൽ ഇവന്റ്സ് നടക്കുന്ന സമയത്തെങ്കിലും, കാരണം ഇത്ര നാഷണൽ ഇവന്റുകൾ നടക്കുന്ന സമയത്ത് അറ്റാക്ക് ക്യാരി ഔട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ അത്രയും ചെറുതായിട്ട് കാണുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ മെസ്സേജ്. അത് നൽകുന്ന മെസ്സേജ് സിംബോളിക്കലുള്ള ടൈമിംഗിലാണ് മെസ്സേജ് നൽകുന്നത്. സാധാ ടൈമിൽ അറ്റാക്ക് നടത്തുന്ന പോലെ അതെല്ലാ രാജ്യങ്ങളും അറ്റാക്ക് നടത്തുന്നത്. പക്ഷേ ഇതിന് ഒരു നാഷണൽ ഇവന്റിൽ അറ്റാക്ക് നടത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഡെമോക്രാറ്റിക് വ്യവസ്ഥ ഇതിനെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ എൻഹാൻസ് സെക്യൂരിറ്റി മെഷേഴ്സ് അറ്റ്ലീസ്റ്റ് ഇത്തരത്തിലുള്ള നാഷണൽ ഒക്കേഷൻസ് നടക്കുന്ന സമയത്ത്, ഡിപ്ലോമാറ്റിക് ആൻഡ് ഡെമോക്രാറ്റിക് ഒക്കേഷൻസ് നടക്കുന്ന സമയത്ത് ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു സെക്യൂരിറ്റി മെഷേഴ്സുകൾ എൻഹാൻസ് ചെയ്യാം. ഓക്കെ, വൾണറബിൾ ഏരിയാസിന്റെ അകത്ത് സെക്യൂരിറ്റി മെഷേഴ്സ് എൻഷുർ ചെയ്യുക, അതുപോലെ തന്നെ ബെറ്റർ ഇന്റലിജൻസ്, സർവേലൻസ്, ക്വിക്ക് റെസ്പോൺസ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ, ഇത്തരം പൊട്ടൻഷ്യൽ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഇംപ്ലോയ് ചെയ്യാം. ഡിപ്ലോമാറ്റിക് പ്രഷർ. എന്താണ് ഡിപ്ലോമാറ്റിക് പ്രഷർ? ഇന്ത്യ മസ്റ്റ് കണ്ടിന്യൂ ടു അപ്ലൈ ഡിപ്ലോമാറ്റിക് പ്രഷർ. പാകിസ്ഥാന്റെ മുകളിൽ വീണ്ടും എപ്പോഴും ഇന്ത്യ ഒരു ഡിപ്ലോമാറ്റിക് പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ ഇന്ത്യക്ക് ഡയറക്ട്ലി അപ്ലൈ ചെയ്യാൻ ഒരു പരിധി വരെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ G7 സമ്മിറ്റ്, SCO സമ്മിറ്റിലൊക്കെ പോയിട്ട് ഈ ഒരു ടെററിസ്റ്റിനെ പറ്റി സംസാരിക്കുക. അപ്പൊ റീസെന്റ് ആയിട്ടുള്ള റേസി അറ്റാക്ക് വേണമെങ്കിൽ എടുത്ത് കാണിക്കാം. പാകിസ്ഥാൻ ഞങ്ങളോട് ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ചെയ്യുന്നതിന് ഗ്ലോബൽ ലെവലിലുള്ള ലീഡേഴ്സിന് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പറ്റും. അപ്പൊ ഇന്റർനാഷണൽ അലയൻസിന്റെ എൻഗേജ്മെന്റും ഓർഗനൈസേഷൻ തമ്മിലുള്ള എൻഗേജ്മെന്റും ഒക്കെ എല്ലാ സ്ഥലത്തേക്കും ഇന്ത്യ പോവുകയാണ്. ഇത് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഇഷ്യൂസുകൾ, ആ അൺട്രസ്റ്റ് കണ്ടീഷൻ ഉണ്ടാക്കാനുള്ള പാകിസ്ഥാനിന്റെ ഉദ്ദേശം നമുക്ക് തുറന്നു കാട്ടാൻ പറ്റും. അതുവഴി ഒരു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഡിപ്ലോമാറ്റിക് പ്രഷർ ഇന്ത്യയുടെ പാകിസ്ഥാന്റെ മുകളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ആ ഒരു ആർട്ടിക്കിൾ അറിയാനുള്ളത്. മൂവിംഗ് ഓൺ ടു പ്രിലിംസ് ബേസ്ഡ് ആർട്ടിക്കിൾ. പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഫസ്റ്റ് നോക്കുന്നത് പോർട്ടബിൾ ഒപ്റ്റിക്കൽ അറ്റോമിക് ക്ലോക്ക്. എന്താണ് അറ്റോമിക് ക്ലോക്ക്? ഹൈലി ആക്യുറേറ്റ് ആയിട്ടുള്ള നിലവിലുള്ള ടെക്നോളജിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലോക്കുകളാണ് നമ്മൾ ആറ്റോമിക് ക്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലെ ഇപ്പൊ വീട്ടിലെ ക്ലോക്കുകൾ എന്താ ആക്യുറേറ്റ് ടൈം അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്യുറേറ്റ് ടൈം ആയിരിക്കില്ല. ദാറ്റ് മീൻസ് ഒരു വർഷം കഴിയുന്ന സമയത്ത് ബേസിക്കലി ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ക്ലോക്കുകളാണെന്നുണ്ടെങ്കിൽ ഒരു 1 ഇയർ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 മിനിറ്റ്സ് ഒക്കെ ഡിലേ ഉണ്ടായിരിക്കും. ക്ലോക്കിൽ ബാറ്ററി ഇടാത്തോണ്ടൊന്നല്ല, എല്ലാ സമയത്തും നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ ചെയ്താൽ 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഡിലേ ഉണ്ടായിരിക്കും. കാരണം അതിന് വെറും മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ് മാത്രം വെച്ചിട്ടുള്ള രീതിയിലാണ് ക്ലോക്കുകളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡിലേ ഉണ്ടായിരിക്കും. ഒരു സെക്കൻഡ്, ആക്ച്വലി ഒരു സെക്കൻഡ് ഇത്രയാണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ സൂചി ഇവിടെ നിന്ന് ഇവിടം വരെ മാത്രമേ സഞ്ചരിക്കൂ. അത് മെക്കാനിക്കൽ എറേഴ്സ് കൊണ്ട് സംഭവിക്കുന്നതാണ്. അത്രത്തോളം ആക്യുറേറ്റ് കൊണ്ടും പറ്റില്ല. അപ്പോൾ അത്രയും ഹൈലി ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈം പ്രിഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അറ്റോമിക് ക്ലോക്കുകൾ. ആ അറ്റോമിക് ക്ലോക്കിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് വേർഷൻ ഒപ്റ്റിക്കൽ അറ്റോമിക് ക്ലോക്കുകളാണ് ഇവിടെ ഇപ്പൊ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സയൻസ് ആൻഡ് ടെക്നോളജിയെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. സോ എന്താണ് ഒപ്റ്റിക്കൽ പോർട്ടബിൾ ക്ലോക്ക്, അല്ലെങ്കിൽ എന്താണ് ഒപ്റ്റിക്കൽ ക്ലോക്ക് നമുക്ക് നോക്കാം. സോറി, അറ്റോമിക് ക്ലോക്ക് എന്താണെന്ന് നോക്കാം. അബൌട്ട് പോർട്ടബിൾ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് വർക്കിംഗ്. അപ്പം ഈ അറ്റോമിക് ക്ലോക്ക് എന്ന് വെച്ചാൽ ഒരു ടൈം കീപ്പിംഗ് ഡിവൈസ് ആണ്. ഇത് എങ്ങനെയാണ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റത്തിന്റെ വൈബ്രേഷൻസ്, ആറ്റത്തിന്റെ വൈബ്രേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് എനർജി ലെവൽ. ഇപ്പൊ 2 ആറ്റംസുകൾ എടുക്കുക, 2 എനർജി ലെവലിൽ 2 ആറ്റംസ് എടുക്കുക. ഈ എനർജി ലെവൽ ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക്, ഇപ്പൊ നമ്മൾ ഫേസ് ന്യൂട്രൽ, കറണ്ടിൽ ഫേസ് ന്യൂട്രൽ എനർജി ലെവൽ ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് ഫേസിൽ നിന്ന് ന്യൂട്രലിലേക്ക് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ എനർജി ലെവൽ ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ട്രാൻസ്മിഷൻ, സിഗ്നൽസിന്റെ ട്രാൻസ്മിഷൻ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം 2 and 4 ട്രാൻസ്മിഷൻ നടന്നുകൊണ്ടിരിക്കും. അപ്പം സാധാരണ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ആയിട്ടുള്ള CS133 ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. CS133
ഒക്കെയാണ് ആറ്റോമിക് ക്ലോക്കിൽ ഉപയോഗിക്കുന്നത്, എക്സാക്ട് ടൈം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു CS തിയറത്തിൽ രണ്ട് ആറ്റംസിന്റെ ഈ ഒരു മൂവ്മെന്റുകൾ എന്തുണ്ടാക്കും? ഈ ട്രാൻസിഷൻ, രണ്ട് അഞ്ചിലെ ട്രാൻസിഷൻസ് ഒരു മൈക്രോവേവ്സിനെ പുറപ്പെടുവിക്കും. ഓക്കെ, ഈ മൈക്രോവേവ്സിനെ മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ടൈം ആക്യുറേറ്റ് ആക്കുന്നത്. ഓക്കെ, അപ്പൊ അതായത് ഇതിനൊരു ഫ്രീക്വൻസി ഉണ്ട്. നിലവിൽ ഇതിന്റെ എക്സാക്ട് ഫ്രീക്വൻസി 100 കോടി 100 ക്രോഡ്സ് ഹെഡ്സ് ആണ് ഇതിന്റെ ഒരു എക്സാക്ട്ലി ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി. അപ്പൊ അത്രയും ഫ്രീക്വൻസിയിലാണ് നമുക്ക് ടൈം മെഷർമെന്റ് അളക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഇത് ഹൈലി ആക്യുറേറ്റ് ആണ്. എസ്പെഷ്യലി രണ്ട് എനർജി ലെവൽ ആറ്റത്തിന്റെ എനർജി ട്രാൻസിഷൻ ലെവലിൽ ഉണ്ടാകുന്ന മൈക്രോവേവിന്റെ ട്രാൻസാക്ഷൻസിന്റെ ഫ്രീക്വൻസി 100 കോടി ഹിറ്റ്സ് വരെ അതിന്റെ ട്രാൻസാക്ഷൻസ് ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. അതിനെ വെച്ചിട്ടാണ് നമ്മൾ അറ്റോമിക് ക്ലോക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത്രത്തോളം പ്രിസിഷൻ ആയിരിക്കും. ഇതിന്റെ പ്രശ്നം എത്രത്തോളം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സെക്കൻഡിൽ ഏകദേശം 1.4 മില്യൺ ഇയേഴ്സ് കഴിയുന്ന സമയത്ത്, 1 മില്യൺ എന്ന് വെച്ചാൽ ഏകദേശം എത്രയാണ്? 10 വർഷം അല്ലേ? അപ്പൊ 14 വർഷം കഴിയുന്ന സമയത്ത് വേണമെങ്കിൽ ഈ ക്ലോക്കിന് 1 സെക്കൻഡ് ഡിലേ ഉണ്ടായിരിക്കും. ഒറ്റ സെക്കൻഡ് ഡിലേ. 14 വർഷം കഴിയുന്ന സമയത്ത് ഒറ്റ സെക്കൻഡ് ഡിലേ ഉണ്ട്. നമ്മളൊക്കെ ഒരു വർഷം കഴിയുമ്പോഴൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ക്ലോക്ക് 2 മിനിറ്റ് 3 മിനിറ്റ് വേണമെങ്കിൽ 5 മിനിറ്റ് വരെ ഡിലേ ഉണ്ടായിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഒപ്റ്റിക്കൽ അറ്റോമിക് ക്ലോക്ക് ഡിഫറെന്റ്? ഒന്നുമില്ല, ഈ രണ്ട് എനർജി ലെവൽ ആറ്റംസിന്റെ എനർജി ട്രാൻസാക്ഷൻ ടൈമിൽ നമ്മൾ നേരത്തെ ഇവിടെ എന്താണ് ഉള്ളത്? മൈക്രോവേവ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടെ എമിറ്റ് ചെയ്യുന്നത് ലേസർ ആയിരിക്കും. അപ്പൊ ലേസറിനെ വെച്ചിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്, അറ്റോമിക് ക്ലോക്സിനെ കുറച്ച് അഡ്വാൻസ്ഡ് മെത്തേഡാണ് ഒപ്റ്റിക്കൽ അറ്റോമിക് ക്ലോക്ക് എന്നുള്ളത്. സ്ട്രോൺഷ്യം അതുപോലെ തന്നെ ടെർബിയം, സ്ട്രോൺഷ്യം തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ ഫ്രീക്വൻസി, കൂടുതൽ കൗണ്ട് നടക്കാൻ പറ്റും പെർ സെക്കൻഡ്. ഇവിടെ നമ്മൾ 100 കോടി ഹെഡ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കോടി ഹെഡ്സ് വെച്ചാൽ ഒരു സെക്കൻഡിലുള്ള മൈക്രോവേവ്സിന്റെ സിഗ്നൽസിനാണ്. അപ്പൊ ഹെഡ്സ് ബേസിക്കലി എന്താണ്? ഒരു സെക്കൻഡിൽ എത്ര സിഗ്നൽസ് പാസ് ചെയ്ത് പോകുന്നു, അതാണ് ഹെഡ്സ്. നമ്മൾ പറയുന്നില്ല വീട്ടിലൊക്കെ കറണ്ടിന്റെ ഹെഡ്സ് എത്രയാണ്? 50 ഹെഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 60 ഹെഡ്സ് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ പോകുന്ന ഈ വേവ്സിനുണ്ട്, അതാണ് ഒരു വേവ്. ഇവിടെ നിന്ന് ഇവിടെ മിലണ ഒരു വേവ്. ഒരു സെക്കൻഡിൽ എത്ര വേവ്സ് കടന്നു? 50 വേവ്സ് വരെ നമ്മുടെ സാധാ കറണ്ടിൽ കടന്നു പോകുന്നുണ്ട്. ഇവിടെ 100 കോടി ഹെഡ്സ് ആണ് പോകുന്നത്. അപ്പം ഈ ഒരു അറ്റോമിക് ക്ലോക്കിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൗണ്ട് കൂടും. ഓക്കെ, അറ്റോമിക് ട്രാൻസിഷൻസിൽ ലേസേഴ്സിനാണ് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. സാധാ കണ്ടീഷനിൽ മൈക്രോവേവ് ആണ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു അറ്റോമിക് ട്രാൻസാക്ഷനിൽ ലേസർ ആണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ആ ലേസറിനെയാണ് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ട് നമ്മൾ എക്സാക്ട് പ്രിസിഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 100 കോടി ഹെഡ്സ് ആണെങ്കിൽ ചിലപ്പോൾ ഇവിടെ 150 കോടി ഹെഡ്സ് ആയിരിക്കും ഇവിടുത്തെ ട്രാൻസാക്ഷൻ. അതായത് ഒരു സെക്കൻഡിൽ കൗണ്ടിങ് കൂടുന്നത്, മോർ നമ്പർ ഓഫ് സൈക്കിൾസ് അവിടെ കൗണ്ട് ചെയ്യും. ഫ്രീക്വൻസി കൂടുന്നത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓട്ടോമാറ്റിക്കലി കുറച്ചുകൂടി എന്തായിരിക്കും? ഫ്രീക്വൻസി ലൈൻ വിഡ്ത്തുകൾ കുറച്ചുകൂടി കുറയും. ടെക്നിക്കൽ ടേംസിലേക്ക് പോകുന്ന ഫ്രീക്വൻസി ലൈൻ വിഡ്ത്തുകൾ കുറച്ചുകൂടി കുറയും. അപ്പൊ അങ്ങനെ നാരോവർ ആവുന്ന സമയത്തിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? വ്യക്തമായിട്ടുള്ള പ്രിസൈസ്ഡ് ആയിട്ടുള്ള ടൈം നമുക്ക് ലഭിക്കും. പ്രിസൈസ്ഡ് ആയിട്ടുള്ള ടൈം നമുക്ക് അറിയാൻ സാധിക്കും. സോ ഒപ്റ്റിക്കൽ അറ്റോമിക് ക്ലോക്കുകൾ നോർമൽ അറ്റോമിക് ക്ലോക്കിനെക്കാളും കുറച്ച് ടൈം ആക്യുറേറ്റ് ആയിരിക്കില്ലേ? ആക്യുറേറ്റ് ആയിരിക്കും. പ്രിൻസിപ്പിൾ പോയിന്റിൽ ഓർത്തിരിക്കും എന്താണ് ഒപ്റ്റിക്കൽ അറ്റോമിക് ക്ലോക്ക്, അതുപോലെ തന്നെ നോർമൽ അറ്റോമിക് ക്ലോക്ക് എന്താണ്, ആർക്കാണ് ഏറ്റവും ആക്യുറസി കൂടുതലെന്ന്. ആക്യുറസിന്റെ അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നാവിഗേഷൻ പർപ്പസ്, എസ്പെഷ്യലി മാരിടൈം കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു ക്ലോക്കുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പോർട്ടബിൾ ക്ലോക്ക് ആക്കി നിർമ്മിച്ചിട്ടുള്ളത്. അതിന്റെ സയന്റിഫിക് റിസർച്ച്, ദെൻ സെക്കൻഡ് തിങ് നമ്മുടെ അണ്ടർ വാട്ടർ സീസ്മിക് ആക്ടിവിറ്റീസ്, വോൾക്കാനിക് ആക്ടിവിറ്റീസ് വിത്ത് പ്രിസിഷൻ, ദെൻ തേർഡ് സ്പേസ് ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. റിലേറ്റീവ് തിയറി നമ്മൾ ഇതിനേക്കാളും കൂടുതൽ സഞ്ചരിക്കുക, അതായത് പ്രകാശവർഷം എന്നൊക്കെ പറയുന്നില്ലേ, ലൈറ്റ് സ്പീഡിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടൈം ട്രാവൽ ചെയ്യാമെന്ന് പറയുന്നത്, അതൊക്കെ റിലേറ്റീവ് തിയറി പറയുന്നത്. സോ ആ റിലേറ്റീവ് തിയറീസിനെ പറ്റി പഠിക്കാൻ പറ്റും, കാരണം ഇത്രത്തോളം ഹൈ ഫ്രീക്വൻസിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. അതേപോലെ സ്പേസിലെ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം, സാറ്റലൈറ്റ് നാവിഗേഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാക്ട്ലി ടൈം പ്രഡിക്ഷൻ നിർബന്ധമാണ്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഒപ്റ്റിക്കൽ അറ്റോമിക് ക്ലോക്കുകൾ ഉപയോഗിക്കും. ദെൻ ഫൈനൽ ആർട്ടിക്കിൾ, donanemab antibody to fight Alzheimer's. UPSC സിലബസ് സയൻസ് ആൻഡ് ടെക്നോളജി, സയൻസിലെ ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. അപ്പൊ അൾസിമേഴ്സ് രോഗം എല്ലാവർക്കും അറിയാം അല്ലെ? ഒരാളുടെ നോർമൽ കോഗ്നിറ്റീവ് സ്കില്ല് കുറയുന്നതാണ്. അപ്പൊ റീസെന്റ് ആയിട്ടുള്ള സ്റ്റഡീസ് കണ്ടെത്തിയിട്ട് ഒരു ഡൊനാമേബ് എന്ന് പറഞ്ഞിരിക്കുന്ന ആന്റിബോഡീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഡൊനാനിമാബ്
ഞാൻ DMP എന്ന് തന്നെ വിളിക്കാം. DMP ഡൊണാനിമാബിനെ ഞാൻ DMP എന്ന് വിളിക്കുന്നു. DMP എന്ന് എഴുതിയിട്ടില്ല, എനിക്ക് എൻ്റെ ഒരു കൺവീനിയൻസിനാണ് ഞാനിപ്പോൾ DMP എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം റീസെന്റ് ആയിട്ട് കണ്ടെത്തിയിരിക്കുന്ന ഒരു പുതിയ ആന്റിബോഡിയാണ്. കാരണം അൽഷിമേഴ്സ് രോഗത്തിൽ ഒരു വർഷത്തിനിടയിൽ രണ്ടാമത്തെ ആന്റിബോഡീസിനാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പം ഇതിന്റെ ഈ ഒരു ആന്റിബോഡീസ് മറ്റ് ആന്റിബോഡീസ് ഇപ്പം ആദ്യമേ കണ്ടെത്തിയിരിക്കുന്ന പ്ലസീബോ എന്ന് പറഞ്ഞിരിക്കുന്ന ആന്റിബോഡിനെക്കാട്ടും ഏകദേശം 35% കൂടുതൽ എഫക്റ്റീവ് ആണ്. അതായത് ആളുകളുടെ അൽഷിമേഴ്സ് എന്ന് വെച്ചാൽ കോഗ്നിറ്റീവ് സ്കിൽ ഡിക്ലൈനിങ് ആണല്ലോ. ആ കോഗ്നിറ്റീവ് സ്കിൽ ഡിക്ലൈനിങ് റേറ്റ്, അൽഷിമേഴ്സ് ബേസിക്കലി ഒരാളുടെ കോഗ്നിറ്റീവ് സ്കില്ല് ഡിക്ലൈൻ ചെയ്യുന്ന കണ്ടീഷനാണ്. അപ്പം ഇത് വളരെ സ്പീഡിൽ നടക്കും. ഏകദേശം ഇതിനെ സ്ലോ ഡൗൺ ചെയ്യും. അൽഷിമേഴ്സ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നു, പക്ഷെ ഇതിനെ ആ ഒരു കോഗ്നിറ്റീവ് സ്കില്ല് ഡിക്ലൈൻ ചെയ്യുന്നത് നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഡൊണാമിമാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോണോക്ലോണൽ ആന്റിബോഡിയാണ്. അപ്പൊ നമ്മുടെ തലച്ചോറിലുള്ള അമിലോയിഡ് പ്രോട്ടീൻസിന്, ഇതൊരു പ്രോട്ടീനാണ്. അമിലോയിഡ് എന്ന് വെച്ചാൽ തലച്ചോറിലുള്ള ഒരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീനിനെ അറ്റാക്ക് ചെയ്യും ഈ അമിലോയിഡ്, ഈ ഒരു ഡൊണാമിമാബ് എന്ന് പറയുന്ന ആന്റിബോഡി അമിലോയിഡ് എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ പ്രോട്ടീനിനെ അറ്റാക്ക് ചെയ്യും. തലച്ചോറിലുള്ള ഒരു പ്രോട്ടീനാണ്. അപ്പം ഈ ഒരു പ്രോട്ടീൻ സാധാരണ നമ്മുടെ ബ്രെയിനിൽ അക്യൂമുലേറ്റ് ചെയ്യും. ബ്രെയിനിൽ അക്യൂമുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ന്യൂറോൺസുകളാണല്ലോ കാര്യങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ ന്യൂറോൺസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ന്യൂറോൺസിന്റെ ട്രാൻസ്മിഷൻ ആണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് സിഗ്നൽസിന്റെ ഭാഷയാണ് നമുക്ക് മെമ്മറി അതുപോലെ തന്നെ ചിന്തകൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിലേക്ക് വന്നിട്ട് ആര് വന്ന് നിൽക്കും? ഈ ഒരു പ്രോട്ടീൻസ് വന്ന് ബ്ലോക്ക് ചെയ്ത് കിടക്കും. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഓർമ്മകൾ ഇല്ലാതിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രോട്ടീൻസിന്റെ അമിലോയിഡ് എന്ന് ഈ ഒരു പ്രോട്ടീൻസിന്റെ അളവ് കുറക്കണം. അപ്പം ഈ ഒരു ഡൊണാമിമാബ് എന്ന് പറയുന്ന ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു ആന്റിബോഡീസ് അമിലോയിഡ് എന്ന് പറയുന്ന പ്രോട്ടീൻസിന്റെ അളവ് കുറക്കും, അതിനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ ഇവിടെ വന്ന് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അൽഷിമേഴ്സ് കുറക്കാൻ പറ്റും. കാരണം മൊത്തത്തിൽ ഇല്ലാതാക്കാൻ പറ്റില്ല, കുറക്കാനേ പറ്റുകയുള്ളൂ. ഓക്കെ, സോ ഇത് കുറച്ചുകൂടി എഫക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോ ലെവല് ഏകദേശം മോഡറേറ്റ് ഉള്ള ഹൈ ടോ ലെവൽ എന്ന് വെച്ചാൽ ഹൈ അമിലോയിഡ് ആസിഡിന്റെ അമിലോയിഡ് പ്രോട്ടീൻസിന്റെ പ്രസൻസ് ഉള്ള ആളുകളിലേക്കാൾ കൂടുതൽ മോഡറേറ്റ് ആൻഡ് ലോ ലെവൽ അമിലോയിഡ് പ്രോട്ടീൻസ് ഉള്ള ആളുകളിൽ അൽഷിമേഴ്സ് ഡിസീസ് കുറക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു ന്യൂറോ ഡീജനറേഷൻ കുറക്കുന്നതാണ് ഈ ഒരു പ്രോട്ടീൻ. അപ്പൊ അത് നമുക്ക് അത്യാവശ്യം കുറക്കാൻ പറ്റും. സോ ബ്രേക്ക് ത്രൂ നമുക്ക് നോക്കാം. സ്ലോയിങ് ദ കോഗ്നിറ്റീവ് ഡിക്ലൈൻ, ഫേസ് 3 ട്രയൽ റിസൾട്ട്സ്. ഡൊണാനിമാബ് ഒരു കോഗ്നിറ്റീവ് സ്കിൽ 30% കുറക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പ്ലസീബോ വെച്ചാൽ അടുത്തൊരു ആന്റിബോഡി ആയിരുന്നു. അതിന്റെ ഫേസ് 3 ട്രയലിനെക്കാട്ടും ഏകദേശം 35% കുറക്കാൻ പറ്റി. സിഗ്നിഫിക്കൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അൽഷിമേഴ്സ് റിസർച്ചിൽ അതൊരു സിഗ്നിഫിക്കന്റ് ഉള്ള മൈൽ സ്റ്റോൺ ആണ്. ദാറ്റ് മീൻസ് ഒരു വർഷത്തിനിടയിൽ തന്നെ സെക്കൻഡ് ഡ്രഗ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഒരു കോഗ്നിറ്റീവ് ഡിക്ലൈൻ കുറക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിന്റെ ലിമിറ്റേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രഗ് ഡി നോട്ട് സ്റ്റോപ്പ് ഓർ റിവേഴ്സ് അൽഷിമേഴ്സ്. അതായത് അൽഷിമേഴ്സിന് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാനോ റിവേഴ്സ് ചെയ്യാനോ പറ്റില്ല, ക്യൂർ ചെയ്യാൻ പറ്റില്ല. അവിടെ എന്ത് ചെയ്യാൻ പറ്റും? സ്ലോലി ഈ കോഗ്നിറ്റീവ് ഡിക്ലൈൻ കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. ഇത് എഫക്ട് ചെയ്തിരിക്കുന്നത് അപ്പം 50 വയസ്സിൽ നിങ്ങൾക്ക് അൽഷിമേഴ്സ് ഉണ്ടാകുന്ന നിങ്ങളെ വേണമെങ്കിൽ 70 വയസ്സിൽ വേണമെങ്കിൽ അൽഷിമേഴ്സ് ആക്കി തരാം. അതേപോലെ അൽഷിമേഴ്സ് മാറ്റി തരാൻ പറ്റില്ല. ഓക്കെ, സോ അർജന്റ് നീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2050 ആകുന്നതോട് കൂടി തന്നെ ഇന്ത്യയിൽ എല്ലാവർക്കും അറൗണ്ട് ഏകദേശം എല്ലാവർക്കും അൽഷിമേഴ്സ് വരാൻ സാധ്യതയുണ്ട്. ഞാൻ നിങ്ങൾ എല്ലാവരും പെടുകയായിരിക്കും. അപ്പം 14 മില്യൺ ഡിമെൻഷ്യ കേസസുകൾ ഇന്ത്യയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സുകളെ കൊണ്ട് അൽഷിമേഴ്സ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് മെത്തേഡുകൾ കൊണ്ടുവരേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് അൽഷിമേഴ്സ് ഡിസീസിനെ ബന്ധപ്പെടുന്നതിന് നാച്ചർ ഓഫ് ഡിസീസ് ഉണ്ട്. സോ എന്താണ് ഇതിന്റെ നാച്ചർ? അൽഷിമേഴ്സ് ഡിസീസ് എന്ന് വെച്ചാൽ ഒരു ഇറവേഴ്സിബിൾ ആയിട്ടുള്ള ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു ന്യൂറോളജിക്കൽ, അൽഷിമേഴ്സ് തലച്ചോറിലെ ന്യൂറോൺസിന്റെ ഓർഡറിന് ഡിസോർഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് നമുക്ക് ഓർമ്മശക്തി ഇല്ലാത്തതും നമുക്ക് കാര്യങ്ങൾ മറന്നു പോകുന്നത്, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് സ്കിൽ നമുക്ക് എടുക്കാനോ ഒരു കാര്യം നമ്മൾ വിചാരിച്ച് കൈകൊണ്ടോ കാരണോട് ചെയ്യാൻ പറ്റാത്തത്, അതൊക്കെയാണ് അൽഷിമേഴ്സിന്റെ ഒരു സൂചന നടന്നത്. ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ ടോക്സിസിറ്റി ആണ്. അപ്പൊ ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ബെറ്റ അമിലോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ബെറ്റ അമിലോയിഡ്, ഈ അമിലോയിഡ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ബെറ്റ അമിലോയിഡ് എന്ന് വെച്ചാൽ ബേസിക്കലി നല്ല പ്രോട്ടീൻ ആണ്. നല്ല പ്രോട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷന്റെ വൈറൽ ആയിട്ടുള്ള ബ്രെയിൻ ഫംഗ്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ് ബെറ്റ അമിലോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ബട്ട് ഇത് ടോക്സിക് ആവും. എപ്പോൾ ടോക്സിക് ആവും? നമ്മുടെ തലച്ചോറിലൊക്കെ ബെറ്റ അമിലോയിഡ് ഉണ്ട്, സെല്ലുകൾ വർക്ക് ചെയ്യാം. ടോക്സിക് ആകുന്ന എപ്പോൾ വെച്ചാൽ അൽഷിമേഴ്സ് വരുന്ന ഒരാൾക്ക് ഇത് ടോക്സിക് ആയിട്ട് മാറും. അൽഷിമേഴ്സ് വന്നു കഴിഞ്ഞാൽ, പേഷ്യൻസിന് അൽഷിമേഴ്സ് വന്നു കഴിഞ്ഞാൽ
ഓട്ടോമാറ്റിക്കലി ഈ ഒരു അമിലോയിഡ് ആക്സിഡ് നേരത്തെ പറഞ്ഞ തന്നെ ക്ലംസുകൾ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അവരുടെ പ്രോട്ടീൻസ് ഇൻക്രീസ് ചെയ്തിട്ട് ഈ ഒരു കമ്മ്യൂണിക്കേഷൻസ് കട്ട് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്യുന്ന സമയത്ത് സെല്ലിന്റെ കണക്ഷൻസ് കട്ടാവും, ഓട്ടോമാറ്റിക് സെല്ല് ഡെഡ് ആവും. ഡെഡ് ആവുന്ന സമയത്ത് നമ്മുടെ ആ ഒരു കോഗ്നേറ്റീവ് സ്കിൽ അവിടെ റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ബേസിക്കലി ഇത് ന്യൂറോണൽ ഡാമേജ് ആണ്. നമ്മൾ ന്യൂറോൺ കമ്മ്യൂണിക്കേഷൻസിനെ കുറച്ച് നമ്മുടെ ബ്രെയിൻ സെല്ലിനെ ഡെത്തിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഏർലി സിംറ്റംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർഗെറ്റ്ഫുൾ, അതായത് മറന്നുപോക്ക്, അതുപോലെ തന്നെ വേർഡുകൾ ഫൈൻഡ് ചെയ്യാൻ ഡിഫിക്കൽട്ടി ഇൻ വേർഡ് ഫൈൻഡിങ്, അതുപോലെ പ്രോബ്ലം സോൾവിങ്, പ്രോബ്ലം കൊടുത്താൽ സോൾവ് ചെയ്യാൻ പറ്റില്ല, കൺഫ്യൂഷൻസ് വരും, ഡിസ്ഓറിയന്റേഷൻ വരും. ഓക്കെ, നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മളൊരു ഒരു വിവരത്തോടെ ചെയ്യുന്ന അറിയില്ല, അതിന് പകരമായിട്ട് വിവരമില്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ബേസിക്കലി അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗത്തിന്റെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത്. ഒരു കുറ്റം പറഞ്ഞല്ല, നമ്മൾ ബേസിക് ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്നതിൽ നിന്ന് ഒപ്പോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റി നമുക്ക് മനസ്സിലാവില്ല, എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആൾക്കാരാണ്. ഇതിന് എന്തുകൊണ്ടാണ് ഈ ഒരു അൽഷിമേഴ്സ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കോസസ് എസ്പെഷ്യലി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മേ ബി ഇത് ജനറ്റിക് ആയിരിക്കാം, മേ ബി ഇത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആയിരിക്കാം, മേ ബി ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ആയിരിക്കും. പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഹിസ്റ്ററി, അതുപോലെ തന്നെ ജനറ്റിക് മ്യൂട്ടേഷൻസ്, അതുപോലെ ഹെഡ് ഇഞ്ചുറീസ്, കാർഡിയോ വാസ്കുലർ ഡിസീസസ്, അങ്ങനെ സെർട്ടൈൻ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു റിസ്ക് ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതായത് നോർമൽ ഒരാൾക്ക് അൽഷിമേഴ്സ് വന്ന വലിയ കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇത്ര ഫാമിലി ഫാക്ടേഴ്സുകളോ, ഫാമിലി ഹിസ്റ്ററി, ജനറ്റിക് മ്യൂട്ടേഷൻസോ, അതുപോലെ തന്നെ ഹെഡ് ഇഞ്ചുറീസ്, കാർഡിയോ വാസ്കുലർ ഡിസീസ് അങ്ങനെയുള്ള ആളുകൾക്കും കൂടി അൽഷിമേഴ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ റിസ്ക് ഫാക്ടേഴ്സ് വളരെ കൂടുതലാണ്. ഫാറ്റൽ കണ്ടീഷൻസ്, ഫാറ്റൽ പ്രോബബിലിറ്റി അവിടെ വളരെ കൂടുതലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ആർട്ടിക്കിൾ നോക്കാനുള്ളത്. സോ മൂവിംഗ് ഓൺ ടു മെയിൻ ക്വസ്റ്റ്യൻ ടൈം. The first question, examine the recent Supreme Court ruling regarding the rights of individuals accused of crime and their implication on custody before charge sheet filing and informing accuser of the grounds of arrest in writing. Then examine the Supreme Court rulings regarding the rights of individuals. നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കാര്യം മനസ്സിലാകുന്നെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോകാൻ ശ്രമിക്കും. എക്സാമ്പിൾ ദ റീസെന്റ് സുപ്രീം കോടതി റൂളിംഗിനെ പറ്റി ഇരിക്കുന്നത് റിഗാർഡിംഗ് ദ റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. അക്യൂസ്ഡ് ഓഫ് ക്രൈംസ് ആൻഡ് ദെയർ ഇംപ്ലിക്കേഷൻസ് ഓൺ കസ്റ്റഡി ബിഫോർ ചാർജ് ഷീറ്റ് ഫയലിംഗ്, അതായത് രണ്ട് കണ്ടീഷൻ: കസ്റ്റഡി ബിഫോർ ചാർജ് ഷീറ്റ് ഫയലിംഗ് ആൻഡ് ഇൻഫോം വിത്ത് അക്യൂസർ ദ ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് ഇൻ റൈറ്റിംഗ്. 150 words. The second question, discuss the current challenges and emerging trends in India's higher education system. ചലഞ്ചസ് നമ്മൾ എഴുതിയിരിക്കണം, അതുപോലെ തന്നെ എന്താണ് എമർജിംഗ് ട്രെൻഡ്സ് എഴുതിയിരിക്കണം, ഏതിനെ പറ്റിയിട്ട്, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ട്. ഡിസ്കസ് ദ റീസെന്റ് മിലിറ്ററി. സോ ഈ ഒരു ആർട്ടിക്കിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ അതിന് പകരമായിട്ട് ഡിസ്കസ് ചെയ്ത ആർട്ടിക്കിൾ ആയിരുന്നു. ഒരു ചേഞ്ച് പറ്റിയ കേട്ടോ, അതിന് പകരമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ആർട്ടിക്കിൾ ആയിരുന്നു, റേസിയൽ അറ്റാക്ക് ആയിരുന്നു. എന്നാൽ ഈ ആർട്ടിക്കിൾ നോക്കാം, നമ്മൾ തന്നിരിക്കുന്ന നോട്ടിൽ ഈ ഒരു PLA റീഫോംസ് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്, അത് വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്താൽ ശ്രമിക്കാം. ഡിസ്കസ് ദ റീസെന്റ് മിലിറ്ററി റീഫോംസ് അണ്ടർടേക്കൺ ബൈ ചൈനീസ് PLA, പീപ്പിൾസ് ലിബറേഷൻ ആർമി, ആൻഡ് ഇന്ത്യസ് റെസ്പോൺസ് ടു ദീസ് ഡെവലപ്മെന്റ്. ദിസ് പേപ്പർ 2മായി ബന്ധപ്പെട്ടിരിക്കുന്നത്, 3യുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ സെക്യൂരിറ്റി വേണമെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു 3 ക്വസ്റ്റ്യൻസിന് 150 വേർഡ്സിന് ആൻസർ ചെയ്തിട്ട് അയച്ചു തന്നാൽ ഇവാലുവേറ്റ് തിരിച്ചു ചെയ്യുന്നതായിരിക്കും. ഇനി ഇതുവരെ പറഞ്ഞതിൽ ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.